പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. മുഖവരി ഒന്നും പറഞ്ഞ് ഞാൻ സമയം ദൈർഘ്യമാക്കുന്നില്ല. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം നമുക്കിന്ന് രാത്രി വായിക്കാം. യൂദയുടെ ലേഖനം 1-ാം വാക്യം നമുക്ക് വായിക്കാം. യൂദയുടെ ലേഖനം 1-ാം വാക്യം. ആ വാക്യം ഒന്ന് മൈക്കിലൂടെ വായിക്കാമോ? യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് കണ്ടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരായർക്ക് എഴുതുന്ന ലേഖനം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കാൻ ലഭിച്ച അവസരം തന്നെ നമ്മെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ്. ഇവിടെ വന്ന് അല്പനിമിഷം പാടി ആരാധിക്കാൻ ലഭിച്ചത് അതിനെക്കാട്ടി വലിയ ഭാഗ്യമാണ്. ഈ 3 രാത്രികൾ അടുപ്പിച്ച് ദൈവവചനം കേൾക്കാൻ ലഭിച്ചത് അതിനെക്കാട്ടി വലിയ ഭാഗ്യമാണ്. നാളെ ഒന്നിച്ചൊരു സംയുക്ത ആരാധനയിൽ കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കാളികളാകുന്ന അതിനെക്കാട്ടി നല്ലതാണ്. ഈ ഭാഗ്യം ലഭിക്കാൻ കുറിച്ചിട്ടും ലഭിക്കാതെ പോയ അനേകരുള്ളപ്പോൾ നമുക്ക് ലഭിച്ച ഭാഗ്യം ഓർത്ത് അല്പനിമിഷങ്ങൾ അതരം തുറന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ആരും മൗനമായിരിക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കൃപയാൽ നമുക്ക് സ്തുതിക്കാനുള്ള ശബ്ദമുണ്ട്. ആരോഗ്യത്തോടെ തുറക്കാൻ കഴിയുന്നൊരു വായുണ്ട്. നാളെ ഇത് കിട്ടണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലഭിച്ച ശബ്ദം, ലഭിച്ച ആരോഗ്യം, സ്നേഹിച്ച ദൈവത്തെ ആരാധിക്കുവാൻ കരങ്ങളടിച്ച് അല്പനിമിഷങ്ങൾ അന്യഭാഷയിൽ അഭിഷേകത്തോടെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഓ കൃപ 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 രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഏറെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ലഭിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. സകല എതിരുകളുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുന്നു. എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് സാഹസിക്കുന്നു. ദൈവാത്മ മണ്ഡലം ഇല്ലാതെ തുറക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അടിയന്റെ നാവോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ ധന്യമായ ക്രൂശിനെ ഞങ്ങൾ മറയുന്നു. മുഴുമഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. ഒന്നുകൂടെ നന്ദിയായിട്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. എൻ്റെ കൂടെ നിരന്തരമായി എൻ്റെ വാഹനം ഓടിക്കുന്ന സാമു എന്ന സഹോദരൻ വണ്ടിയിരിക്കുമ്പോഴൊക്കെ നല്ല പഴയ, എനിക്കൊന്നും അറിയത്തില്ലാത്ത ഒത്തിരി പഴയ നല്ല ഗാനങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങൾ അറിയാം അദ്ദേഹത്തിന്. അതിങ്ങനെ മൈലുകളോടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ക്ഷീണം കൊണ്ടൊക്കെ ചിലപ്പോൾ ഇതിൽ ഉറങ്ങിപ്പോയാലും അദ്ദേഹം നല്ല പാട്ട് പാടിക്കൊണ്ടായിരിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കുറയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ നിർബന്ധിച്ച് തിരുവല്ല മിഷൻ ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡിനകത്തൊരു ഗ്രോത്ത് പടരുന്നതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങൾക്കത് അത്ര വിശ്വാസമാകാഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാരിത്താസിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അത് കറക്റ്റാണ്. ഒരല്പം കൂടെ അടയാനുള്ളൂ. അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അടിയന്തരമായിട്ട് ഓപ്പറേഷൻ നടന്നു. തിങ്കളാഴ്ച തൊട്ട് അടുത്ത 30 ദിവസങ്ങളിൽ 30 റേഡിയേഷൻ നടക്കാൻ പോവുകയാണ്. ശബ്ദം അടയാനൊക്കെ ചില സമയം മതി.
പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സഹോദരൻ ബേബിച്ചൻ ഉണർന്നപ്പോൾ ഈ കടുങ്കാപ്പി കുടിച്ചത്, അത് പക്ഷേ ഇങ്ങനെ ചെറിയ കൂടെ അങ്ങ് പോകുന്നു. അപ്പോൾ അറിഞ്ഞ ഈ ചെറിയ പോയെന്നുള്ള, ഇവിടെ ബലം പോയെന്നുള്ളത്. എണ്ണിക്കാൻ നോക്കിയിട്ട് ഒക്കത്തില്ല. അപ്പോൾ ആ ഒരു വശം മൊത്തം ബലഹീനമായി. ഒരു സ്ട്രോക്കാണെന്ന് പുള്ളി അറിഞ്ഞത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ്. ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം ശബ്ദമുണ്ട്, അന്നേരം ഉഴപ്പി ഹല്ലേലൂയ എന്ന് പറയല്ലേ. നിന്റെ നാക്കടയുന്നതിന് മുമ്പേ ഉള്ള ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചോണം. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. കരമടിച്ച് നന്നായിട്ടൊരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തോടെ, അഭിഷേകത്തിന്റെ അധികാരത്തോടെ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളും അഭിഷേകത്തോടെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാനൊക്കെ എല്ലാ ദിവസവും പ്രസംഗമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഇന്നലെ രാത്രി ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ കൊട്ടാരക്കര മേഖല കൺവെൻഷനാണ്. 2500 പേര്, വലിയ മീറ്റിംഗ്. അതിന് തലേ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ എല്ലാ ദിവസവും മീറ്റിങ്ങാണ്. ഈ ശബ്ദം ഉള്ളിടം വരെ എന്നെ മതി നിങ്ങൾക്ക്. ശബ്ദം പോയാൽ പിന്നെ ഒറ്റ കൺവെൻഷന് PC ചെറിയാനെ വിളിക്കത്തില്ല. വിളിക്കുമോ? ഞങ്ങളുടെ ബഹുമാനായ ശ്രേഷ്ഠനായ PC ചെറിയാനെന്നൊക്കെ പറയുന്നത് ഇതുള്ളിടത്തോളം സമയമുള്ളൂ. ഇത് പോയാൽ പിന്നെ ആർക്കും PC ചെറിയാനെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടുള്ള ശബ്ദം ഉള്ളപ്പോൾ നിന്റെ ശബ്ദം എടുത്ത് പ്രസംഗിച്ചോണം, പാടിക്കോണം, ആരാധിച്ചോണം, ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ദൈവം തന്ന ശബ്ദം ദൈവത്തെ ആരാധിക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ്. 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗം ഈ ദൂത് കൃത്യസമയത്ത് അവസാനിപ്പിക്കും. നമുക്ക് ലഭിച്ച ഒരു പദവി മാത്രം പറയണം. 1, സ്നേഹിക്കപ്പെട്ടു. 2, സൂക്ഷിക്കപ്പെട്ടു. 3, വിളിക്കപ്പെട്ടു. ആ പദങ്ങൾ 3 പറഞ്ഞേ. സ്നേഹിക്കപ്പെട്ടു, സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. ആരാൽ സ്നേഹിക്കപ്പെട്ടു? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. ആർക്കു വേണ്ടി സൂക്ഷിക്കപ്പെട്ടു? കർത്താവായ യേശുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരായ നിങ്ങൾക്ക് എഴുതുന്നത്. താൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. യാക്കോബിന്റെ സഹോദരനും യേശുവിന്റെ ദാസനുമായ യൂദ. പ്രൈസ് ദി ലോർഡ്. ഈ യൂദ യേശുവിൻ്റെ അമ്മ മറിയയിൽ യോസഫിനുണ്ടായ മക്കളിൽ 2 പേരാണ് യാക്കോബും യൂദയും. സ്തോത്രം. ഞാൻ യേശുവിൻ്റെ സഹോദരനായ യൂദയാണെന്ന് തനിക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷെ താനത് എഴുതിയില്ല. താൻ ആ പദങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് എഴുതിയേക്കുന്നത്. ഞാൻ യേശുവിൻ്റെ ദാസനാണ്, അപ്പോൾ തന്നെ യാക്കോബിൻ്റെ സഹോദരനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് ബന്ധങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടെ കയറ്റി പറയും. ചിലപ്പം 3ാമത്തെ ഒരു കസിൻ ബന്ധമായിരിക്കും. എന്നാലും നമ്മൾ പറയും ഇന്നാരെൻ്റെ ഏറ്റവും അടുത്ത ഫസ്റ്റ് കസിനാന്നൊക്കെ ചാടിക്കറി പറഞ്ഞു കളയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നോക്കി, യേശുവിൻ്റെ സഹോദരനായ യൂദ നമുക്ക് എഴുതുകയാണ്, ഞാൻ യേശുവിൻ്റെ അടിമയാണ്, യേശുവിൻ്റെ ദാസനാണ്. അവൻ്റെ പേരിൻ്റെ ഒപ്പം പറയാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ യേശുവിൻ്റെ ദാസനാണ്. അപ്പോൾ തന്നെ യാക്കോബിൻ്റെ സഹോദരനാണ്. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി പഠിച്ചാൽ ഈ യൂദയുടെ ലേഖനത്തിൽ ആകെ 25 വാക്യമുണ്ടെങ്കിലും 29 കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിരിക്കുക. ഒരു നല്ല പ്രസംഗകൻ ഒരു 29 ദിവസം കൊണ്ട് ഈ ഒരു ലേഖനം നമുക്ക് പഠിപ്പിച്ചു തീർക്കാനായിട്ട് കഴിയത്തും. അത്ര ബൃഹത്തായ വിഷയങ്ങൾ സംഗ്രഹിച്ചെഴുതിയിരിക്കുന്ന പുസ്തകമാണ് യൂദയുടെ ലേഖനം. ഒരു പരിമിതി കൊണ്ട് ഈ പുസ്തകം ഇതിനകത്ത് വെച്ചേക്കുന്നത്. സൂക്ഷിച്ച് മറിച്ചില്ലേ വെളിപ്പാടിപ്പോ. അബദ്ധം പറ്റിയ യോഹന്നാൻ നിൽക്കും, അതിനിടയ്ക്ക് കൊണ്ട് പറ്റിച്ച് വെച്ചേക്കുക. സ്തോത്രം. ഇത് മുങ്ങി താഴാൻ തുടങ്ങുന്ന കപ്പലിൽ നിന്ന് വെള്ളത്തിൽ ചാടിയവർക്ക് രക്ഷപ്പെടാൻ ഇട്ടേക്കുന്ന ലൈഫ് ബോട്ട് പോലെ
വെളിപ്പാടിലേക്ക് ഇനി ഇവിടെ കയറി വരിക എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് രക്ഷപ്പെടാൻ നമുക്ക് ഇട്ട് തന്നേക്കുന്ന ലൈഫ് ബോട്ടാണ് യൂദയുടെ ലേഖനം. ഒരല്ലിയ പറഞ്ഞാൽ ഇതിൽ പിടിച്ചു കയറാമെങ്കിൽ നമുക്ക് വെളിപ്പാടി പ്രവേശിക്കാം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ യൂദ ഇത് എഴുതാൻ ഉത്സാഹിച്ചത് പൊതുവിൽ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് എഴുതാനായിട്ടാണ്. രക്ഷയെക്കുറിച്ച് പക്ഷെ എഴുതി തുടങ്ങിയത് അതാണെങ്കിലും എഴുതി അവസാനിപ്പിച്ചത് ഒരിക്കലായി നമ്മെ ഭരമേൽപ്പിച്ച വിശുദ്ധ വിശ്വാസത്തെക്കുറിച്ച്. ഒരല്ലേലൂയ പറഞ്ഞ. അപ്പൊ ഈ ഭക്തനായ മനുഷ്യൻ ഒത്തിരി ഉത്സാഹം നടത്തിയെന്നാണ് ഇത് എഴുതാനായിട്ട്. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും കഴിക്കുകയും എഴുതിയതാണ് 25 വാക്യങ്ങൾ. നമ്മെ സംബോധന ചെയ്യുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരെ, പ്രൈസ് ദി ലോർഡ്, വിളിക്കപ്പെട്ടവരായ ദൈവമക്കളെ. നമ്മുടെ 3 വലിയ പദവികളാകട്ടെ. സ്തോത്രം. എന്താ ദൈവസ്നേഹമെന്ന് പറയുന്നത്? സമയം കിട്ടുകയാണെങ്കിൽ 2-3 വാക്യം നമുക്ക് വായിക്കാനുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും നമ്മൾ വായിക്കണം. തൊട്ടടുത്ത പേജ് തന്നെ, നമുക്ക് ഒത്തിരി ദൂരെ പോകണ്ട. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മയും അറിയുന്നില്ല. ശ്രദ്ധിക്കണേ, എവിടെയോ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചോണ്ട്, ഒരു ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എഴുത്തുകാരൻ നമ്മുടെ എല്ലാം നോട്ടം ഒരിടത്തോട്ട് ചൂണ്ടുകയാണ്. കാൺമീൻ. പ്രൈസ് ദി ലോർഡ്. പ്രത്യക്ഷമായി എന്തിനോ ഒന്നിനെ ചൂണ്ടിക്കാണിക്കാണ്. കാൺമീൻ, നിങ്ങൾ കാണാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്റെ ശ്രോതാക്കൾ നോക്കി എന്താ കാണണ്ടേ? കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ ക്രൂശിലേക്ക് നോക്കുകയാണ്. യോഹന്നാൻ എന്ന യേശുവിന്റെ അരിമ ശിഷ്യൻ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടധാരിയായി 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി, വിലാപ്പുറ കുത്തിക്കീറിയവനായി, രക്തമൊഴുക്കി കിടക്കുന്ന യേശുവിനെ ചൂണ്ടിച്ചോണ്ട് പറയുകയാണ്, ചൂണ്ടിക്കാണിച്ചോണ്ട് കാണാത്ത കൊണ്ടാ ഹല്ലേലൂയ ചെറുതായേ, കാണാഞ്ഞുകൊണ്ടാ സ്തോത്രം ചെറിയായേ. നീ കണ്ടോണ്ടായിരുന്നെങ്കിൽ രാത്രി ഇങ്ങനൊന്നും അല്ല. ഇവിടെ അങ്ങ് ഇരിക്കാനൊക്കത്തില്ല. കാരണം അത് കണ്ടാൽ നിന്നോട് ചെയ്ത സ്നേഹം എന്താണെന്നറിയും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ചെയ്ത സ്നേഹം എന്താണെന്നറിയണമെങ്കിൽ PC ചെറിയാനോ ബാബു ചെറിയാനോ തോമസ് ബാബുനെയോ കണ്ടാൽ അത് തീർത്തില്ല. ഇന്ന് രാത്രി കാണേണ്ടിയവനെ കാണണം കേട്ടോ. ഹല്ലേലൂയ. ഒരു ലക്ഷ്യത്തിലേക്ക് ഭക്തൻ വെറുതെ പറയാണ്, കാണ്. ഇന്ന് രാത്രി ഏത് യോഗമായാലും, സെൻട്രലിന്റെ ആയാലും ലോക്കലിന്റെ ആയാലും, ഇന്ന് രാത്രി കാണേണ്ട ഒരുവനുണ്ട്. അത് ഇന്ന് രാത്രി സ്നേഹം പകർന്ന യേശുവിനെയാണ്. കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ആ സ്നേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. കേട്ടില്ല. എത്ര വലിയ സ്നേഹം. എല്ലാരും ഒന്ന് പറഞ്ഞേ. അയ്യോ, എത്ര വലിയ സ്നേഹമാണെങ്കിൽ നീ എത്ര വലിയ സ്തോത്രം പറയണം. ഇത്ര വലിയ രക്ഷയാണെങ്കിൽ നീ എത്ര വലിയ രക്ഷയുടെ സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിനക്ക് ലഭിച്ച ഒരു സാധാരണ വിടുതലല്ലെന്ന്. ഹല്ലേലൂയ. ദൈവം തന്ന സ്നേഹത്തിന്റെ പേര് ഇത്ര വലിയ സ്നേഹമാ. അതനുഭവിക്കുന്നവരൊക്കെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഈ നിരന്തരമായി എൻ്റെ കൂടെ ഇപ്പോൾ മിക്ക സ്നേഹത്തിനും നമ്മുടെ സണ്ണിപ്പാസുണ്ട്, ജേക്കബ് പെരുപ്പാസ്. എൻ്റെ യാത്രയുടെ എന്തുവാന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഈ ഇച്ചിരി പ്രായത്തിൻ്റെയും ഒക്കെ അനുസരിച്ചുള്ള ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാലിനൊക്കെ വേദനയും തുടർമാനം യാത്ര തുടർമാനം പ്രസംഗമൊക്കെ ആകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഭാര്യയും പിള്ളേരും പറയും,
ഇനി അങ്ങനെ പെട്ടെന്ന് ഒത്തിരി പ്രോഗ്രാം എടുക്കേണ്ട, ആഴ്ച 2 പ്രോഗ്രാം ഒക്കെ എടുത്താൽ മതി എന്നൊക്കെ പറയും. അവരുടെ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ എന്നെ സ്നേഹിച്ച വേറൊരാളുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് വന്ന സ്നേഹമാണ്. 40 വർഷമായുള്ള ഒരു പുള്ളിക്കാരത്തി എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്, 37 വർഷമായുള്ള മൂത്ത കൊച്ചു സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. ഹലോ. പക്ഷെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് സ്നേഹിച്ച ഒരാളുണ്ട്. ഞാൻ ഈ 37 വർഷം മുമ്പേ വന്ന പുള്ളിക്കാരത്തി പറയുന്ന കേൾക്കണോ, അതോ എന്നെ ഉദരം മുതൽ സ്നേഹിച്ച് യേശുവിനെ സ്നേഹിക്കണോ? ഇതിനകത്ത് തീരുമാനിക്കണം. ഹല്ലേലൂയ. നീ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ഈ രാത്രി തീരുമാനിച്ചു വേണം ദൈവത്തെ ആരാധിക്കാനായിട്ട്. ഹല്ലേലൂയ. നിന്നോടുള്ള സ്നേഹം നീ ഉണ്ടായതല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചത് ഉദരത്തിൽ ഉരുവായപ്പെടാം. ഒത്തിരി സ്നേഹിച്ചു. അതുകൊണ്ട് ആ മാങ്ങ തിന്നാതെയും പുളി തിന്നാതെയും ഒക്കെ നിന്നെ 9 മാസം വയറ്റിയിട്ട്. ആരാണ്ട് പറഞ്ഞ് കൈതച്ചക്ക തിന്ന പോക്കാന്ന്. അതുകൊണ്ട് കൈതച്ചക്ക മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഉദരത്തിൽ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷമാ കൈതച്ചക്ക തിന്നാറായേ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ചുമ്മിയതും മുലപ്പാല് തന്നതും എടുത്തുകൊണ്ട് നടന്നതും എല്ലാം ജനിച്ചു കഴിഞ്ഞ. നിന്റെ അപ്പൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ജനിച്ചു കഴിഞ്ഞ. നിന്റെ അനിയനും പെങ്ങളും നിന്നെ സ്നേഹിച്ചത് ജനിച്ചു കഴിഞ്ഞ. നിന്റെ വല്യപ്പനും വല്യമ്മ നിന്നെ സ്നേഹിച്ച ജനിച്ചു കഴിഞ്ഞ. എന്നാൽ നീ ഭൂമിയുടെ അതോ ഭാഗത്ത് വെറും മണ്ണായിരുന്നപ്പോൾ, പിണ്ണാകാരമായിരുന്നപ്പോൾ, നിനക്ക് രൂപം ഉണ്ടാകുന്നതിന് മുമ്പേ, നിന്റെ അസ്ഥികൾ മെനയപ്പെടുന്നതിന് മുമ്പേ, നിനക്ക് പേരിടുന്നതിന് മുമ്പേ നിന്നെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ട്. ഈ രാത്രി ആ സ്നേഹം അനുഭവിക്കുന്നവര് മാത്രമാ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച്. നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഇന്നലെ ഉണ്ടായതല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയ യോഗം ഞാൻ ചൂണ്ടിക്കാണിക്കുക, പ്രത്യക്ഷമായി നിൽക്കുകയാ. ആരാധനയ്ക്ക് വരുമ്പോൾ നീ കാണേണ്ടത് ആ ഉയർന്നു നിൽക്കുന്ന ക്രൂശിലെ യേശുവിനെയാ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വായിച്ച ദേവദാസി, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടതിന് പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. എങ്ങനെ തന്നെ ദൈവമക്കളാണെന്ന് ഉറപ്പുള്ളൊരു സ്വോത്രം പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ മക്കളാന്ന് പറയുന്നത് പ്രാഗൽഭ്യം. നാട്ടുകാര് പേടിച്ചൊരു കാലഘട്ടമുണ്ട്, വീട്ടുകാര് വെറുത്തൊരു കാലഘട്ടമുണ്ട്. നാട്ടുകാരും വീട്ടുകാരും വെറുത്തപ്പോ ഞാൻ എന്നെ തന്നെ വെറുത്തൊരു കാലഘട്ടമുണ്ട്. എന്റെ ജീവിതത്തെ ഞാൻ വെറുത്തു. മരണം മുമ്പിൽ കണ്ടു. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല നിരവധി വട്ടം മരിക്കാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ മരിക്കാൻ ആഗ്രഹിച്ചെന്നറിയാമോ? സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാവരാലും വെറുക്കപ്പെടുന്നു, എല്ലാവരാലും തടയപ്പെടുന്നു. ആർക്കും വേണ്ട എന്ന് തോന്നിയപ്പോൾ മരിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാവരും വെറുത്തപ്പോൾ മരണക്കിടക്കയിൽ വന്ന്, കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ ആരെല്ലാം യോഗത്തിന് പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോകും, ഉറക്കെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കും. എന്നോട് കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു 15 മിനിറ്റ് വെച്ച് അച്ഛൻ പ്രസംഗിച്ചോ, ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. 15 മിനിറ്റ് വെച്ച് അച്ഛാ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചോണം. ആര് കേൾക്കാൻ? നിന്നിട്ടാരും കേൾക്കുന്നില്ല. ഞാൻ 1.25-1.5 മണിക്കൂർ വെച്ചാ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ അല്ലിയെ പറയണം. പ്രസംഗിക്കുന്നത് പ്രസംഗത്തിന്റെ ശൈലി കേൾപ്പിക്കാല്ല, സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോൾ. നിരാത്ത നീ എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നെങ്കിൽ ആ സ്നേഹമോർത്ത് ചെയ്യണം. ഹല്ലേലൂയ. നീ സ്തോത്രകാഴ്ചയിട്ടെങ്കിൽ ആ സ്നേഹത്തിലിടണം. നീ കൈയടിച്ചെങ്കിൽ ആ സ്നേഹത്തിലിടണം. നീ ആരാധിച്ചെങ്കിൽ ആ സ്നേഹത്തിലിടണം. നിനക്ക് ഇന്ന് രാത്രി പുകഴാൻ വല്ലതും ഉണ്ടെങ്കിൽ അർഹതയില്ലാത്ത നിന്റെ മേൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ മകോ സ്നേഹമോർത്തിട്ട്, ഇത്ര വലിയ സ്നേഹമോർത്ത്, ഇത്ര വലിയ രക്ഷ തന്ന ഈ വലിയ ദൈവത്തെ ഇന്ന് രാത്രി പരമാർത്ഥതയോടെ ആരാധിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ തന്നെ 16 വായിച്ചേ ദേവദാസി. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാണ്. നിർത്തണേ, നമുക്ക് നിർത്തി ചിന്തിച്ചു പോണം.
അവൻ എൻ്റെ കൊച്ചിന് BSc നേഴ്സിംഗ് 1ാമത്തെ എഴുതി പാസ്സാക്കിയത് കൊണ്ട് എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയാണോ? അല്ല. എൻ്റെ കൊച്ച് ആദ്യത്തെ OET പരീക്ഷയ്ക്ക് പാസ്സായി, എല്ലാത്തിനും നല്ല പോയിന്റ് കിട്ടി, അതുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നെന്നാണോ? പറ. സ്തോത്രം. വീടും സ്ഥലവും ഇല്ലാത്തടത്ത് എനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും കിട്ടി, അതുകൊണ്ട് സ്നേഹിക്കുന്നതാണോ? നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ? എന്താ വാക്യം? ആരോഗ്യത്തോടെ പറ. തന്റെ പ്രാണനെ വെച്ച് അവന്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താൽക്കാലികമായി ഇന്ന് കണ്ട് നാളെ മാറിപ്പോകുന്ന എന്തെങ്കിലും നന്മ തന്നല്ല, പ്രാണനെ തന്ന്. സ്വത്രം പറയണം. ഇന്ന് രാത്രി നിനക്ക് കൈയടിക്കാൻ വയ്യാത്തത്, നിനക്ക് ആരോഗ്യം കുറവെന്ന് വിചാരിച്ച തുറക്കാത്തത്, വാ തുറക്കാത്തത് എന്തോ പ്രശ്നമുണ്ടായിട്ടാ. പക്ഷെ അവൻ പ്രാണനെ തന്ന നിന്നെ സ്നേഹിച്ചത്. സന്തോഷമുള്ളവർ മൗനമായിരിക്കരുത്. അവൻ തന്റെ പ്രാണനെ തന്ന് നമ്മെ സ്നേഹിച്ചതിനാൽ വിശ്വസിക്കുന്നവരെ കരം ഒന്ന് ചേർത്തടിച്ചിരുന്നത് ദൈവത്തെ ആരാധിച്ചേ. അവൻ നമുക്ക് തന്നത് സ്വന്തം പ്രാണന. ഹല്ലേലൂയ. ഞാൻ സമയം പോലെ വ്യാഖ്യാനിക്കാം. നിങ്ങള് ഈ യോഹന്നാന്റെ സുവിശേഷം 3:16 വായിച്ചേ. നമുക്കെല്ലാം കാണാതറിയാം. വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യ. എന്താ വാക്യം? ആ ആ ആ ആ ആ ആ ഇനി മൈക്ക് കൂടെ വായിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ. സഹോദരി, മാതാവേ, പിതാവേ, നിന്നെ കുറിച്ചുണ്ടായിരുന്ന ലോകത്തിന്റെ ഇത് നശിക്കണമെന്ന നീ നന്നായി കാണാൻ ആരും ആഗ്രഹിച്ചില്ല. ഹലോ, നിന്നെ നശിപ്പിക്കാനാവൻ നിൽക്കുന്നേ. അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും അവൻ വന്നേക്കുന്നേ. അവന്റെ ലക്ഷ്യം നീ നശിക്കണം, നിന്റെ കുടുംബം നശിക്കണം, നിന്റെ തലമുറ നശിക്കണം. പക്ഷെ മറ്റൊരുത്തൻ വന്നത് അവൻ അറിഞ്ഞില്ല. ഇവൻ വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. സ്തോത്രം പറയണം. ഇന്ന് രാത്രി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും പിശാചിന്റെ കെണിയിൽ അകപ്പെട്ട് നശിച്ചു പോകാതിരിപ്പാൻ. ഇതിനകത്ത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ കുടുംബം നശിക്കാതിരിക്കുന്നത്, നിന്റെ തലമുറ നശിക്കാതിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ സ്റ്റേജ് നിൽക്കുന്നത് എന്റെ യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ടാ. ഏറ്റെടുക്കുന്നവര് മാത്രം കരമൊന്നടിച്ച് നിരാത്ത് ദൈവത്തെ ആരാധിച്ച്. നിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് യേശുവിന്റെ സ്നേഹമാ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. നല്ല കഴമ്പുള്ള, കാമ്പുള്ള, ഫലമുള്ള, നിസ്തുല്യമായ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. സ്തോത്രം. അതിനകത്ത് ഈ വീണുപോയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ പറയാൻ പോയ മെസ്സേജ് മാറിപ്പോ. അതുകൊണ്ട് എനിക്ക് ദൈവസ്നേഹം അതിനകത്ത് പ്രസംഗിക്കണ്ടേ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഇസ്രായേൽ മക്കൾ രക്തത്തളി ആചരിച്ചു, കുഞ്ഞാടിന്റെ മാംസം തിന്നു, നന്മ പ്രാപിച്ചു, ചെങ്കടൽ കടന്നു, സ്നാനപ്പെട്ടു, അക്കരെ കയറി, മാറമതിരമായി, പാറയിലെ വെള്ളം കുടിച്ചു, കാടയുടെ ഇറച്ചി തിന്നു, സ്വർഗീയ മന്ന തിന്നു, കാലയിലെ ചെരുപ്പ് പഴകിയില്ല, ഉടുപ്പ് പഴകിയില്ല, പകലി മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിത്തൂണം എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവിശ്വാസത്താൽ അവരെ മിക്ക പേരിലും അവരെ ദൈവം തള്ളിയിട്ട് കളഞ്ഞു. ഈ പുസ്തകം എഴുതിയേക്ക. ആർക്കാ എഴുതിയേക്കുന്നേ? സ്നേഹിക്കപ്പെട്ടവർക്ക്, വിളിക്കപ്പെട്ടവർക്ക്, സൂക്ഷിക്കപ്പെട്ടവർക്ക്. നിങ്ങൾ അതിന്റെ 5ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യൂദയുടെ ലേഖനം. അധ്യായമില്ല, അതുകൊണ്ട് അധ്യായം പറയാത്ത. ഇന്ന് രാത്രി, ഇന്നലെ മിനിഞ്ഞാന്നും കർത്താവിന്റെ വരവൊക്കെ ഇവിടെ ശക്തമായി പ്രസംഗിച്ചു. ഈ പുള്ളിക്കാരൻ വന്ന് രാത്രിയിൽ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധവും, ഇറാനിൽ നിന്ന് ബോംബിടുന്ന കാര്യവും, പിന്നെ ഉക്രൈൻ്റെയും റഷ്യയുടെയും കാര്യമൊക്കെ പറയേണ്ടതിന് പകരം പുള്ളി ഇതാന്നോ പറയുന്നത്? ഇതാ പറയേണ്ടേ. നിങ്ങൾ ഇതൊരിക്കലും അറിഞ്ഞെങ്കിലും ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിച്ചുണർത്തേണ്ടത് ആവശ്യമെന്ന് ഇന്ന് പകൽ പ്രാർത്ഥനാ മുറി ദൈവം പറഞ്ഞുകൊണ്ട് വായിപ്പിക്കുക. ഒന്ന് വായിച്ചേ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞു എങ്കിലും നിങ്ങളെ ഓർപ്പിപ്പിക്കും. 2024 ഏപ്രിൽ മാസം 20-ാം തീയതി നിങ്ങളെ
ഓർപ്പിച്ചുണർത്തേണ്ടത് ആവശ്യമെന്ന് ആത്മാവിന് തോന്നിയ കൊണ്ട് ഈ വാക്യം വായിച്ചു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇനി വായിച്ചുകൊണ്ടിരിക്കല്ലേ, പുസ്തകം നിങ്ങളുടെ കയ്യിൽ തന്നെയാ, വീട്ടിൽ പോയി വായിക്കണം. ഒന്ന് ശ്രദ്ധിച്ചേ. മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു, എല്ലാരും പറഞ്ഞേ. പിന്നത്തേത് നശിപ്പിച്ചു. രക്ഷിച്ച ദൈവം നശിപ്പിക്കുവോ? നിങ്ങൾ പറയണം. രക്ഷിച്ച ദൈവം നശിപ്പിക്കുവോ? മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? യൂദ പറഞ്ഞു, ഞാൻ ഒത്തിരി എഴുതാതിരിക്കാൻ നോക്കി, ഒത്തിരി ശ്രമം നടത്തിയതാ, പക്ഷെ എനിക്ക് എഴുതാതിരിക്കാൻ വയ്യാത്തോണ്ട് അങ്ങ് എഴുതിപ്പോയതാണ്. എന്താ എഴുതിയത്? ദൈവം തന്റെ ജനത്തെ സ്നേഹിച്ച് മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു, പക്ഷേ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇത് കേൾക്കുന്ന നിങ്ങൾക്കത് വരാതിരിക്കാൻ ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിച്ചുണർത്തേണ്ടത് ആവശ്യമെന്ന് യേശുവിന്റെ സഹോദരനായ യൂദയ്ക്ക് തോന്നി. ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഓടിയതും അധ്വാനിച്ചതും വെറുതാവായി പോയെന്ന് വരാതിരിപ്പാൻ, പന്തലിട്ടതും സ്വോത്ര കാഴ്ച കൊടുത്തതും ഹല്ലേലൂയ മഴ വരുമോന്ന് പേടിച്ചാണെങ്കിലും വന്ന് യോഗത്തിൽ ഇരുന്നതും ഒക്കെ അബദ്ധം പറ്റിപ്പോയെന്ന് നാളെ പറയാതിരിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ദൈവ സ്നേഹത്തിന്റെ ആഴം നീ അറിയാതിരിക്കരുത്. ഹല്ലേലൂയ. എന്തായിരുന്നു അവരുടെ പാപം? ദൈവം അവരെ മരുഭൂമി തള്ളിയിട്ട് കളയാൻ, അവരെ നശിപ്പിച്ചു കളയാൻ അവരുടെ പാപം എന്താ? എന്താ സഹോദരി വായിച്ചേ? വിശ്വസിക്കാത്തവരെ. അത്രേ ഉള്ളൂ. കളി കുടിച്ചതോ വീടി വലിച്ചതോ വടക്കുണ്ടാക്കിയതോ ഒന്നും അല്ല. സ്തോത്രം പറഞ്ഞില്ല. അവരെ തള്ളിയിടാനുള്ള പാപം എന്നാന്ന് മനസ്സിലായോ? അവർ വിശ്വസിച്ചില്ല. ഇന്ന് രാത്രി ഒരു ചെറിയ ചോദ്യം. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ? മറ്റൊന്നും ഞാനിപ്പോ പനി മാറുന്ന കാര്യവും ചുരങ്ങ് മാറുന്ന കാര്യവും പറഞ്ഞത്, യേശു നിന്റെ നടുവിലുണ്ടോ? ഈ യോഗത്തിന്റെ 3-ാമത്തെ രാത്രി PC വന്നിട്ടൊരു കാര്യമില്ല. യേശു നടുവിലുണ്ടോ? യേശു നടുവിലുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം ഈ രാത്രി യേശുവിനെ കണ്ടുള്ള ആരാധനയായിരിക്കണം. ഹല്ലേലൂയ. മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ഇവിടെ ഒരുവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ വന്ന മെസ്സേജിന് മാർക്കറ്റ് വന്നതല്ല, എന്തെങ്കിലും അബദ്ധം പറ്റിയാലുടനെ ഫേസ്ബുക്കിലിടാൻ വന്നതല്ല. അവൻ വന്ന് നിന്റെ കുടുംബത്തിന് കെട്ടഴിക്കാൻ വന്നതാ, നിന്റെ തലമുറയുടെ കെട്ടഴിക്കാൻ വന്നതാ, നിന്റെ ഭാവിക്കെതിരെ ഉട്ടപ്പിശാചിട്ട സകല കെട്ടുകളെ അറക്കാനോ അവൻ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. നിനക്ക് വിരോധമായി പിശാചാണിയറയിൽ ഒരുക്കിയെടുത്ത എല്ലാ അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഈ രാത്രി ജയമെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Praise the Lord. Praise the Lord. ദൈവത്താൽ സ്നേഹിക്കപ്പെടുക. എന്നെയൊക്കെ സ്നേഹിക്കാനേ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഈ കുറെ മടുക്കുമ്പോൾ ആരായാലും പറഞ്ഞു പോകും, കർത്താവേ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകാതെ അങ്ങ് എടുക്കണേന്ന്. ഹലോ, അത് നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴേ മക്കളിറങ്ങി വന്ന് പറയും, ദേവദാസ വന്നല്ലോ, ഒത്തിരി കഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കിടക്കുന്ന അമ്മച്ചിക്ക് കഷ്ടപ്പാട് വരില്ലെന്നല്ല, അമ്മച്ചി സുഖമായിട്ട് കിടക്കുകയല്ലേ. ഹലോ, യൂറിനൊരു ബാഗിൽ പോകുന്നു, മോഷൻ വേറൊരിടത്ത് പോകുന്നു, കുളിപ്പിക്കാൻ ആളുണ്ട്, തുടയ്ക്കാൻ ആളുണ്ട്, മരുന്ന് വെക്കാൻ ആളുണ്ട്, അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ആളിന് കഷ്ടപ്പാടാണ്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തിൻ്റെ കഷ്ടപ്പാട് ഉണ്ടാകാതെ എടുക്കണമെന്നാണ്. അപ്പം ഞങ്ങൾ ബുദ്ധിയോടെ പ്രാർത്ഥിക്കണം. ഉണ്ടെന്നല്ല, അമ്മച്ചിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ കുറച്ച് മടുക്കുമ്പോൾ എല്ലാവരും പറയുന്നേ,
അപ്പോൾ ഒരു 10-24 വയസ്സിന് മുമ്പേ അമ്മയും അപ്പനും ചേട്ടന്മാരും ഉൾപ്പെടെ പറഞ്ഞു, കർത്താവേ, ഇല്ലാതിരിക്കുന്ന ഇതിനെക്കാട്ടിൽ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ രഹസ്യമായിട്ടാണെങ്കിലും പ്രാർത്ഥിച്ച് കാണും, കർത്താവേ അങ്ങ് എടുക്കണം, സ്തോത്രം. പക്ഷേ കർത്താവ് പറഞ്ഞു, എനിക്ക് അവനെ ആവശ്യമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആർക്കും എന്നെ വേണ്ടെങ്കിലും എന്നെ വേണ്ടി ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി നിന്നെ ആർക്കും വേണ്ടായിരിക്കും, ഭർത്താവിന് വേണ്ടായിരിക്കും, ഭാര്യയ്ക്ക് വേണ്ടായിരിക്കും, മക്കൾക്ക് വേണ്ടായിരിക്കും. പക്ഷെ യേശുവിന് നിന്നെ വേണം. കാരണം നിനക്ക് വേണ്ടി അവൻ തന്നത് 3 ലക്ഷം രൂപ സ്ത്രീധനമല്ല, നിനക്ക് വേണ്ടി തന്നത് ഒരു കാറല്ല, നിനക്ക് വേണ്ടി തന്നത് പ്രാണനാ. പ്രാണനെ തന്ന് സ്നേഹിച്ചവൻ ഇന്ന് രാത്രി നിന്നെ വേണം. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഇന്ന് രാത്രി ദൈവ പൈതലേ, അവൻ നിന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം നീ ഇന്ന് രാത്രി അറിയണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. അവൻ തന്റെ പ്രാണനെ നമുക്ക് വെച്ച് തന്നതിനാൽ നമ്മോടുള്ള സ്നേഹം നമ്മള് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തെക്കുറിച്ച് ഉപാധികളില്ലാത്ത സ്നേഹമാണ് കർത്താവ് നമുക്ക് തന്ന സ്നേഹം. എന്താണ് ഉപാധി? എന്തുവാ? എന്നെ അടുത്ത പ്രൊമോഷനിൽ സെൻട്രൽ പാസ്റ്ററായിട്ട് വിടാമെങ്കിൽ ഞാൻ അച്ഛന് വോട്ട് തന്നേക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, സ്തോത്രം. എനിക്ക് എളമ്പല് പോലുള്ള സഭ ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫർ തരാമെങ്കിൽ അച്ഛനെ എന്ത് ചെയ്യാം? നിങ്ങൾ മിണ്ടുന്നില്ല. അതെല്ലാം ഉപാധികളോടുള്ള സ്നേഹമാണ്. എളമ്പല് കിട്ടിയില്ലേ പുള്ളി മുച്ചൂടേം പിണങ്ങും, ഒറ്റ പരിപാടിക്ക് വെടിക്കെട്ട് തീർക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. പക്ഷെ യേശുവിന്റെ സ്നേഹം 30 വെള്ളിക്കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടേച്ച് പുള്ളി ഒന്നും അറിയാതെ വന്ന് നിൽക്കുക. ഉടനെ യേശു പറയാ, സ്നേഹിത, നീ ഒരു ചുംബനത്താലോ എന്നെ ഊറ്റിക്കൊടുക്കുന്നത്? സ്നേഹിത, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്. അവിടെ എല്ലാം വിളിക്കുന്നത് വേറൊരു പേരല്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. അടുത്ത ആളിനോട് പറഞ്ഞു, അമ്മയാണോ അമ്മായി അമ്മയാണോ പുള്ളി എന്തൊക്കെ ആണയിട്ടെന്ന് അറിയത്തില്ല. പുള്ളിക്കുള്ള എല്ലാം കൂടി ആണയിട്ട് പറഞ്ഞ് ഞാൻ അവനെ അറിയുന്നില്ല. സൈ കേട്ടോ പുള്ളി മുടി പിച്ചി പറിച്ച് പ്രായിക്കൊണ്ട് പറഞ്ഞു, ആ നശിച്ചോടെ ഞാൻ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞവൻ്റെ പുറകെ കനലിന്മേ ചുട്ട അപ്പവും മീനുമായിട്ട് ചെന്നേക്കുക. എന്നിട്ട് വിളിക്കുന്ന കേൾക്കണോ, കുഞ്ഞുങ്ങളെ കൂട്ടാമല്ലോ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറയണം. ഈ സ്നേഹത്തിന് തുല്യം വെക്കാൻ വേറൊന്നും ഇല്ലെന്നേ. എടാ, ഉള്ള സമ്പത്തെല്ലാം വിറ്റ് നശിപ്പിച്ച് കുടുംബത്തിന് നാണക്കേട് കേൾപ്പിച്ച് അപ്പന് അപമാനം വരുത്തി അമ്മയ്ക്ക് അപമാനം വരുത്തി കുടുംബപ്പേര് കളഞ്ഞ് പോയി പന്നിക്കൂട്ടി കിടക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, തിരിച്ചു വന്നപ്പോ മറുചോദ്യം ചോദിക്കാതെ എല്ലാം നശിപ്പിച്ചു കയറി വരിക എന്നൊന്നും പറയാതെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് പന്നിക്കൂട്ടിലെ വസ്ത്രത്തിന് നാറ്റം മറന്ന് 2 കവിളി ചുംബിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി അല്യ സ്വർഗീയ വസ്ത്രം ധരിപ്പിച്ച് കാലെ ചെരുപ്പിട്ട് കയ്യെ മോതിരമിട്ട് അകത്തളത്തിൽ അറുക്കപ്പെട്ട ആ മാടിന്റെ ആ മാംസം കൊണ്ട് ആഹാരം വെച്ച് നൃത്തം ചെയ്യിപ്പിക്കുന്ന ഒരു സ്നേഹം. രാത്രി നീ മൗനമായിരിക്കരുത്. നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം കടപ്പാടുകൾ കൊണ്ട് തീരുന്നതല്ല, 1-2 സ്തോത്രം കൊണ്ട് തീരുന്നതല്ല, ഒരു കൈയടി കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു ആരാധനയ്ക്ക് തീരുന്നതല്ല, അത് വർണ്ണിച്ചാ തീരത്തില്ല. അതുകൊണ്ടാ പണ്ട് ഭക്തൻ പറഞ്ഞത്, 1000 നാവുകളാൽ അതു വർണ്ണിപ്പതി നെളുതോ 1000 ചേർന്ന് കരമടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ഓ ഹല്ലേലൂയ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. ഓ എന്റെ അതിശയമേ, ദൈവ
അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിടുന്ന. ദൈവമക്കളെ, ആ ലൈനൊന്ന് ധ്യാനിച്ച്. മോദമെഴും തിരുമാർവിൽ. ഹലോ, മോദമെഴും തിരുമാർവിൽ ഉല്ലാസമായി സന്തതം. ആ ഭക്തന്റെ വരികൾ എന്തോ വരികളാ തോമസ് കുട്ടി പാസ്റ്റർ. ആർക്കും വേണ്ടാത്ത പന്നിക്കൂട്ടി കിടന്നവനെ തിരുമാർവിലോട്ട് ചേർത്തുന്നു. എടാ, പന്നിയുടെ വാളവര തിന്ന് കിടന്നവനെ മാർവോട് ചേർത്തെന്ന് കെട്ടിപ്പിടി ചുംബിച്ചെന്ന് ഭക്തൻ പറയാണ്. അത് വർണ്ണിക്കാൻ 1000-10,000 നാക്ക് പോരാ. മോദമെഴും തിരുമാർവിലുള്ള ഉല്ലാസമായി സന്തതം ചേർന്നിടുന്ന. ഓ മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിടുന്ന. സ്നേഹമതിശയമേ. എന്തതിശയമേ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ സ്നേഹത്തിന്റെ പേര് അതിശയ സ്നേഹമെന്ന. ലോകത്തിലാർക്കും തരാൻ കഴിയാത്ത സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. യേശു ആ സ്നേഹത്തെ പ്രകടമാക്കാൻ പറഞ്ഞ 2 സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്? യേശു പറയാണ്, സ്നേഹത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമാക്കാൻ ഞാനൊരു സംഭവം പറയാം, നീ കേട്ടു. ഒരു മനുഷ്യൻ അങ്ങ് യെരൂശലേമിലായിരുന്നു, അപ്പങ്ങളുടെ പട്ടണത്തിൽ, രാജാവിൻ്റെ പട്ടണത്തിൽ, ആലയമുള്ള പട്ടണത്തിൽ, സന്തോഷമുള്ള പട്ടണത്തിൽ, ഹല്ലേലൂയ, ഉയർന്നും പൊങ്ങിയുമുള്ള പട്ടണത്തിൽ വസിക്കുന്ന സമയത്ത് അവനൊരു ദുർബുദ്ധി തോന്നിയിട്ട് അവൻ യെരൂശലേം വിട്ടു. അങ്ങ് താഴോട്ടിറങ്ങി അങ്ങ് എരിഹോവിലോട്ട് പോയി. നേരം സന്ധ്യയായി. അവനെ പതിയിരുന്ന കള്ളന്മാരുടെ കയ്യിൽ ചെന്നകപ്പെട്ടു. കള്ളന്മാർ അവനെ പിടിച്ചു, വസ്ത്രം അഴിച്ചു മാറ്റി, അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. അവന്റെ കയ്യിലെ മുഴുവൻ നന്മകൾ കവർ ചെയ്തിട്ട് ചത്തുപോയെന്ന് വിചാരിച്ചിട്ടേച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. സ്നേഹം പറയാ, സ്നേഹം പറയുക. അതുവഴി ഒരു പുരോഹിതൻ വന്നു. കഴിഞ്ഞ ആഴ്ച ദശാംശം കൊണ്ടു കൊടുത്താ മിണ്ടുന്നില്ല. ഈ ആഴ്ച ഞങ്ങളുടെ വീട്ടിലാണ് ഊണെന്ന് പറഞ്ഞ വീട്ടിൽ ഊണും കൊടുത്തതാ. സ്തോത്രം. പക്ഷെ അർത്ഥപ്രാണനായി കിടക്കുന്ന കണ്ടിട്ട് അകലം വിട്ടു മാറിപ്പോയി. ഈ ലോകത്തിന്റെ സ്നേഹമൊക്കെ അകലം വിട്ടു പോന്നതാ. സ്വന്തവും ബന്ധവും ഒക്കെ ആവശ്യം വരുമ്പോൾ അല്ലെ അകലം വിട്ടുമാറി. യേശു പറയുകയാണ്, അകലം വിട്ടുമാറിപ്പോയി. പുറകെ ലേവ്യം വന്ന് പുള്ളിയുടെ കയ്യിലെ യാഗത്തിനുള്ള ആടിനെ കൊണ്ട് കൊടുത്ത്. സ്വത്രം. അപ്പൊ ഈ ആടുകൾ ക്യൂ നിൽക്കുക. രൂപന്റെ ഗോത്രം കൊണ്ടുവന്ന ആടുണ്ട്, ഗാദ് കൊണ്ടുവന്നുണ്ട്, നഫ്താലി കൊണ്ടുവന്നുണ്ട്, ശിമയോൻ കൊണ്ടുവന്നുണ്ട്, അല്ലി അങ്ങനെ പല ഗോത്രക്കാരുടെ ആട് ക്യൂ നിൽക്കുമ്പോൾ ചെവിച്ചെന്ന് പറഞ്ഞു, 10 രൂപ കൂടുതൽ എന്നൊക്കെ എൻ്റെ നേരത്തെ അങ്ങ് അറത്തേക്കാൻ പറഞ്ഞു. സ്വത്രം. അത് അവരും ഒരു അഡ്ജസ്റ്റ്മെന്റാ, മിണ്ടുന്നില്ല. സ്വത്രം. എനിക്ക് അത്യാവശ്യം വീട്ടിൽ പോകേണ്ട കാര്യമുണ്ട്, എൻ്റെ ആടിനെ നേരത്തെ. അപ്പൊ ഇടയ്ക്കൂടെ ക്യൂ തെറ്റിച്ചകത്ത് കയറി അതിനെ യാഗം കഴിച്ച് വിട്ട ലേവിൻ അതുവഴി പോവാ. ഹലോ, പ്രൈസ് ദി ലോർഡ്. അടുത്ത ബന്ധമാന്നേ. പക്ഷെങ്കിൽ ആപത്ത് സംഭവിച്ചപ്പോൾ അവനും അകന്നു പോയി. ഒരു കാര്യം ഞാൻ പറയാം, നീ പ്രതീക്ഷിക്കുന്ന പലരും ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിൽ ശത്രുവിന്റെ കയ്യിൽ നീ അകപ്പെട്ടാൽ, നീ അകാരണമായി മുറിവേറ്റാൽ, നീ അർത്ഥപ്രാണനായാൽ, ഇവിടെ പ്രതീക്ഷിക്കുന്ന ആരും നിന്നെ സഹായിക്കാൻ കാണത്തില്ല. എല്ലാവരും അകലം വിട്ടു മാറിപ്പോകും. പക്ഷെ യേശു പറയാണ്, ഒരു ശമരിയാക്കാരൻ. ഈ കർത്താവിന്റെ വാക്യങ്ങളിലെല്ലാം ഒന്നെന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര പ്രസക്തിയാകട്ടെ. കർത്താവ് പറഞ്ഞു 99 കൂട്ടരുണ്ടായിരുന്നു, പക്ഷെ ഒന്ന് കാണാതെ പോയതിനെ തേടിപ്പോയി, കണ്ടുകിട്ടി സന്തോഷിച്ചു. കർത്താവ് 99-നെക്കാട്ടി വില ആർക്കാ? കാണാതെ പോയ ഒന്നിന്. 9 ദിരമ്മ കയ്യിലുണ്ട്, ഭയങ്കര വിലയുള്ളത്. അതൊന്നും കർത്താവിന് വിഷയമല്ല. കാണാതെ പോയൊരു ദിരമ്മ,
അത് കണ്ടുകിട്ടുമ്പോളം വിളക്ക് കത്തിച്ച് അടിച്ചു വാരി കണ്ടുകിട്ടിയപ്പോൾ സന്തോഷിച്ചു. നല്ല പട്ടാളത്തിൽ ജോലിയുള്ള 4 ശമ്പളം മേടിക്കുന്ന 7 ആമ്പിള്ളാർ വടി പോലെ നിപ്പുണ്ട്. കർത്താവിന് അത് വേണ്ട. കാട്ടിക്കിടക്കുന്ന ഒരു ചെറുക്കൻ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? വീട്ടിലെ 7 കർത്താവിന് വിഷയം. കാട്ടിക്കിടക്കുന്ന ഒരു ചെറുക്കനാ. ഇന്ന് രാത്രി ഒറ്റപ്പെട്ടതിനെ തേടി വരുന്ന, ആർക്കും വേണ്ടാത്തതിനെ കൈവിടാത്ത, തള്ളപ്പെട്ടതിനെ സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കാതിരിക്കരുത്. ഒരു കണ്ണിന് പോലും നിന്നോട് ദയയില്ലാതിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ച സ്നേഹം. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്തൻ പാടിയെ തേടി വന്നു ദോഷിയാമെന്നെയും ഓ തേടി വന്നു. ഗ്ലോറി യുഡബലബലബൽ. ഇത്രമാ സ്നേഹം ഉയർകൊണ്ടു. ഗ്ലോറി. ഓ ഇത്രമാ സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി മന്നവ വർണ്ണിപ്പാനേളുതല്ല എനിക്ക്. മന്നവ വർണ്ണിപ്പാനേളുതല്ല എനിക്ക്. തേടി വന്നു ചേർന്ന് പാടി ആരാധിച്ചു. ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതൊക്കെ ധ്യാനിച്ച് പാടണം. ഞാൻ പാട്ടുകാരനൊന്നുമല്ല. ഞാൻ പാടി നിങ്ങളുടെ അവിടെ ഇറങ്ങിപ്പോവും. സ്തോത്രം. പക്ഷേ രാത്രി ഞാൻ പാടുന്നത്, ഞാൻ ആരുമില്ലാത്തപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പാടും. കരയും. തേടി വന്നോ ദോഷിയാവെന്നെ ഇത്രമാ സ്നേഹം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കൂടെ പഠിച്ച പലരുമില്ല കേട്ടോ. എൻ്റെ കൂടെ രാഷ്ട്രീയം കളിച്ച പലരുമില്ല. അവരൊക്കെ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ ഇന്നും കർത്താവ് എന്നെ സ്റ്റേജിൽ നിർത്തിയേക്കുക. സ്വോത്രം പറയണം, സ്വോത്രം പറയണം. എന്നെ ഒരു മനുഷ്യനായി കാണാൻ, ഒരു മകനായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് കാണാൻ എൻ്റെ അമ്മയും അപ്പനും എൻ്റെ 6 സഹോദരങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ 7-മന. അപ്പൊ ആരോ പറഞ്ഞു, ഈ എടത്തുവായില് പച്ചേലെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തോസുട്ടി പാസ് അവിടെ പാസ്സായിട്ടിരുന്നു. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, പച്ചേല ആശുപത്രി. അവിടെ ഈ അരവട്ടുള്ളവരെല്ലാം കൊണ്ടിടുന്ന സ്ഥലമാണ്. ഹലോ. അപ്പൊ അവിടെ പോയി 22 ദിവസം കിടന്ന് കുത്തിവെപ്പെടുത്താൽ പിന്നെ ആള് റെഡിയാകുമെന്ന. അങ്ങനെ അവിടെ കൊണ്ടുപോയി 22 ദിവസം കിടത്തി കുത്തിവെപ്പെടുത്തു. വന്നതിന്റെ പിറ്റേ ദിവസം പിന്നെ ഞാൻ പഴയ പടി. സ്തോത്രം. അപ്പൊ ആരെ പിടിച്ചാല് രക്ഷപ്പെടുമെന്നുള്ള ചിന്തയെ നടക്കുന്ന എൻ്റെ അപ്പനും അമ്മയോട് ആരാണ്ട് പറഞ്ഞു, കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ ഉണ്ട്. മെഡിക്കൽ കോളേജ് അല്ല, മെഡിക്കൽ സെന്റർ. കോട്ടയം മെഡിക്കൽ സെന്റർ. അവിടെ പച്ചയിലേക്കാട്ട് നല്ല ചികിത്സയാണ്. അവിടെ കൊണ്ടുപോയാൽ ശരിയാവുന്നത്. പാവം അപ്പനും അമ്മയും കൂടെ എന്നെ മരിച്ച് വണ്ടിയെ കയറ്റി അങ്ങ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോയി. അവരും 10-20 ദിവസം കിടത്തി മേടിക്കാവുന്ന പൈസ എല്ലാം മേടിച്ചു. ഞാനും ഓർത്ത് ഉണ്ടല്ലോ കൊടുക്കട്ടെ, നമുക്കിപ്പം. വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പിന്നെയും പഴയ പടി. അപ്പോൾ ആരോ പറഞ്ഞു, അങ്ങ് അടിമാലിയില് ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും നടത്തുന്ന ഒരു ആശ്രമമുണ്ട്. അവിടെ ചെറിയ പൊടിക്കൈ ശുശ്രൂഷയുണ്ട്. കണ്ണിനകത്തൊരു പൊടി തിരും. ഒറ്റ പ്രാവശ്യം തിരുമിയാതി പിന്നെ ആയുസ് പുള്ളി കുടിക്കത്തിരുന്നു. ഇത് കേൾക്കാത്ത താമസം. 22 ദിവസം കിടത്തി കുത്തിവെപ്പിക്കണ്ടല്ലോ, ഒറ്റ പരിപാടി. അന്ന് ഇന്നത്തെ കൂട്ടുള്ള റോഡൊന്നുമില്ല അടിമാലിപ്പാൻ. എങ്കിലും ഉള്ള ജീപ്പെ വലിച്ചു കയറ്റി അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നു. അവർ കണ്ണിപ്പൊടി തിരുമ്മി. അന്ന് വരെ കണ്ണ് കലങ്ങിയിട്ടില്ലായിരുന്നു. സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ കണ്ണൂടെ കലങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ ആ ജീവിതശൈലി തുടരാൻ കഴിയാത്തതിന്റെ പ്രയാസം ഇങ്ങനെ അടച്ചിട്ട് മുറി കിടക്കുക. എൻ്റെ കൂട്ടുള്ള കുറേ ഭട്ടന്മാരെ അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കെല്ലാം മാനസികമായ പ്രയാസമുണ്ട്. അടിച്ചു പൊളിക്കാൻ ഒക്കുന്നില്ലല്ലോ എന്നുള്ളത്.
നിരത്തോട് ഞങ്ങളിങ്ങനെ നിരാശപ്പെട്ടപോലെ എല്ലാ മുറിയിലും നിരാശക്കാരായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത മുറിക്കകത്ത് ഭയങ്കര പാട്ടും കയ്യടിയും സന്തോഷവും കേട്ടു. എടാ, ഞങ്ങൾക്കില്ലാത്ത സന്തോഷം അവന്മാർക്ക് എന്നാണെന്നറിയാൻ കൂടെ ഞാൻ ഈ താക്കോൽ പടിതിൻ്റെ കിടത്തെ കൂടെ അകത്ത് നോക്കിയപ്പോൾ ഞങ്ങളെ ചികിത്സിക്കുന്ന തിരുമുന്ന പുള്ളികൾ, കണ്ണി പൊടി തിരുമുന്ന പുള്ളികൾ വെള്ളമടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വെള്ളമടി നിർത്താനാച്ച അവിടെ കൊണ്ടുപോയി. നിങ്ങൾ മിണ്ടുന്നില്ല. അന്ന് രാത്രി അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു. സ്തോത്രം. പിന്നെ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കളമ്പാല ചോദിച്ചാൽ എൻ്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്. മോളല്ലേ? മോൾ ഇവിടെ ഇരിപ്പുണ്ടാ. നമ്മുടെ സാമ്പാസയുടെ ഭാര്യ, അത് ആ സഹോദരിയുടെ അപ്പൻ എൻ്റെ ഈ കമ്പനിക്കകത്തുണ്ടായിരുന്ന ആളാണ്. ഹല്ലേലൂയ. ആ പുള്ളിക്കാരൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു, ഞാനും രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മക്കളും പാസ്റ്ററായി, ഞാനും പാസ്റ്ററായി. അപ്പൊ ആരോ പറഞ്ഞു, അങ്ങ് ചങ്ങനാശ്ശേരിക്കടുത്ത് ആഞ്ഞിലിത്താനത്ത് ഒരു കൃഷ്ണൻ വൈദ്യനുണ്ട്, ഭയങ്കര ചികിത്സയാണ്, അവിടെ പോകുന്ന ഏത് കേസും രക്ഷപ്പെടും. അങ്ങനെ ബെച്ചുച്ചറൻ തന്നെ ചങ്ങനാശ്ശേരി ആഞ്ഞിലിത്താനത്ത് കൊണ്ടുപോയി. ആ പുള്ളിയും കുറേ കാശ് മേടിച്ചു. എന്നെ കൊണ്ട് കുറേ പേർക്ക് പൈസ ഉണ്ടായി കേട്ടു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഉന്നത്താനി അത്തിക്കയത്തിനടുത്ത് തോണിക്കടവിനടുത്ത് ഉന്നത്താനിൽ ഒരു സിത്തനുണ്ട്, കൊല്ലനാ. ആ പുള്ളിക്കാരന് കൊല്ലന്റെ പണി മാത്രമല്ല സിത്തന്റെ പണിയുണ്ട്, പുള്ളി ശരിയാക്കുമെന്ന് പറഞ്ഞു. പുള്ളി ശരിയാക്കി കുറച്ച് പൈസ മേടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ എൻ്റെ ജ്യേഷ്ഠനും പെങ്ങളും തീരുമാനിച്ച് നാട്ടിൽ നിന്നിട്ടാ. അപ്പോൾ അവര് ഭോപ്പാലില്ല, അവരെന്നെ കൊണ്ട് ഭോപ്പാലിൽ പോയി. ചെറിയാറിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചേനെ. ആ കൊച്ചിൻ്റെ കഷ്ടകാലം. ഇത് പെണ്ണ് കെട്ടിച്ച് തീരുന്ന കേസല്ല. ഹലോ, അബദ്ധം പറ്റി ആലോചിക്കാൻ വന്ന വിവരം അന്വേഷിച്ചിട്ട് BSc ആണോ അമേരിക്ക ആണോ എന്ന് ചോദിച്ചാലേ കെട്ടണ്ടേ, രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചോദിക്കണം. ഒരല്ലേ പറഞ്ഞാണ്ട്. സ്തോത്രം. ഭോപ്പാലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി അവിടുത്തെ റെയിൽവേ പാളത്തെ തലവെക്കണം. ഞാൻ റെയിൽവേ പാളത്തെ തലവെക്കാൻ പോയതാണ്. അകത്ത് സുബോധം വരുമ്പോൾ ഞാൻ ട്രെയിനകത്തിരിക്കുക. എപ്പോഴാണ് കയറിയെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഇത് 81 കാര്യമാണ്. ഇത്രയും വർഷമായിട്ട് എനിക്ക് എങ്ങനെ കയറിയെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഒരല്ലിയ പറയുന്നു. നാട്ടിൽ വന്നപ്പോൾ ആകെ നാണക്കേട് പ്രശ്നമൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുത്തൊരു വലിയ അരുവിയുണ്ട്, പെരുന്തേനരുവി. അതിന് 2 അരുവിയുണ്ട്, നാവീണരുവിയുണ്ട്, പെരുന്തേനരുവിയുണ്ട്. നാവീണരുവി എന്ന് പറഞ്ഞാൽ വലിയ ഇടുക്ക, കല്ലടക്ക. അതിനകത്ത് വീണാൽ പിന്നെ 6-7 ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും പാറടൊക്കെ എടുത്തെന്ന് ഫയർഫോഴ്സുകാർ പൊക്കുമല്ലാതെ കിട്ടത്തില്ല ആളിനെ. അപ്പൊ അവിടെ ആകുമ്പോൾ ചാകുമെന്ന് ഉറപ്പായിക്കൊണ്ട് ഞാൻ ചാടിയ, പക്ഷെ ഞാനിഞ്ഞ് പൊങ്ങിപ്പോ. സ്തോത്രം. അപ്പൊ എന്നിട്ട് ചാകുന്നില്ലെന്ന് കണ്ട ഞാൻ ഒരു രാത്രിയിലെ ഏതോ ഒരു ദുരാത്മശക്തി എന്നെ വിളിച്ചോണ്ട് അങ്ങ് പോകുകയാണ്. ബെച്ചുച്ചറ എന്നൊരു ഒറ്റ പോക്ക് വനത്തിൽ കൂടെ, കനകപ്പുരത്തൂടെ, എരുമേലി കൂടെ, കണ്ണിമലയിൽ കൂടെ, വെള്ളനാടി കൂടെ പോയി, മുണ്ടക്കയത്തൂടെ പോയി, ചെന്നാപ്പാറ വരെ പോയി. 47 കിലോമീറ്റർ ഒറ്റ നടപ്പ് രാത്രി. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? സ്നേഹം പറയാവാ. ഹലോ, എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ ഒക്കുവോ? നാട്ടുകാരെല്ലാം കൂടെ വല്ലതും പറഞ്ഞാൽ എനിക്ക് പ്രസംഗം നിർത്താൻ ഒക്കുവോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ സ്നേഹം വലുതാകട്ടോ. ഹലോ, ഇവിടെ എല്ലാം ഒരു കരം എൻ്റെ പുറകിലുണ്ടായിരുന്നു. എന്നെ കുറിച്ച് ഹൃദയപ്രകാരം ആഗ്രഹിച്ചൊരു സ്വർഗം എൻ്റെ പുറകിലുണ്ട്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ചിലതിനെ ദൈവം കാണുന്നുണ്ട്. ആർക്കും വേണ്ടാതെ കൈവിട്ട ചിലതിനെ, നീ എഴുതി തള്ളിയ ചിലതിനെ ഇന്ന് രാത്രി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരോടൊക്കെയോ തൊട്ട് ദൈവം ഇടപെടുകയാ. ഈ രാത്രി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നീ ശപിച്ചു വിട്ട ചിലതിനെ യേശു സ്നേഹിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രമേ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ കെട്ടടിഞ്ഞുകൊണ്ടിരിക്കുകയാ, ചില തലമുറകളെ ബന്ധനമടിഞ്ഞുകൊണ്ടിരിക്കുകയാ. ദൈവ സ്നേഹത്തിന്റെ ആഴം നീ രാത്രി അറിയണം. എന്നിട്ടും ചത്തില്ല. 4 കുപ്പി മാരക വിഷം മേടിച്ച് ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ച് ഒന്നിച്ച് കുടിച്ചു. കുടിച്ചേച്ച് വഴി ഓരത്ത് രക്തം ഛർദ്ദിച്ച് കിടക്ക്. അതുവഴി വന്ന ഒരു ജോണിച്ചാൻ ഇപ്പോഴും ജീവനോടുണ്ട്, 97 വയസ്സുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കാണും. എൻ്റെ ഗോഡ് ഫാദറാ. ഒരല്ലേ ആ പുള്ളിക്കാരനെ ഒരു ലോറിയിലെ ക്ലീനറായിട്ട് പോകുന്ന അച്ഛാൻ, അദ്ദേഹത്തിൻ്റെ കല്ലിശ്ശേരി കുഞ്ചാൻ എന്ന് പറഞ്ഞ ആളുടെ ലോറി പുള്ളിയാ കൊണ്ടു നടക്കുന്നത്.
അദ്ദേഹം രാത്രി ഒരു 5 പൈസയുടെ മെഴുകുതിരി മേടിച്ച് ചിരട്ടയ്ക്കകത്ത്, ചിരട്ട എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ചിരട്ടയ്ക്കകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വരിക. നമ്മുടെ പിള്ളേർക്കൊന്നും അറിയില്ല, ഇപ്പം തേങ്ങ പൊടിയായിട്ട് പിടിക്കുന്നുണ്ട്. ചിരട്ട പറഞ്ഞാൽ ചിരട്ട, തേങ്ങയുടെ പുറത്ത് തോട് ചിരട്ട. അപ്പം അതിനകത്ത് ഇങ്ങനെ കാറ്റത്ത് കടാതിരിക്കുക, ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ രക്തം ഛർദ്ദിച്ചൊരുത്തം കിടക്കുന്ന അർത്ഥപ്രാണനായി. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് 1 കിലോമീറ്റർ പുറകോട്ട് ഓടണം, മുണ്ടക്കയം അപ്പച്ചൻ്റെ വീട്ടിൽ വരെ. അവിടെ ഒരു ജീപ്പേ ആകെ ഉള്ളെന്ന്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ 2-3 വണ്ടിയാണ്. അവിടെ അന്ന് വെച്ചുച്ചെറിയ ആകെ ഒരു വീട്ടിൽ ഒരു ജീപ്പേ ഉള്ളൂ. ആ മനുഷ്യൻ തിരിച്ച് അവിടെ വരെ ഓടി, വെട്ടമില്ലാതെ. മിറ്റർ റോഡാ, ചാറൊന്നുമല്ല. അവിടെ ചെന്ന് പറഞ്ഞു, അയാളെ അപ്പച്ചാണ് പേര്, മുണ്ടക്കയം അപ്പച്ചനെന്ന്. അപ്പച്ചാ, നമ്മുടെ ആ തെള്ളിയിലെ രാജിതുകൊണ്ട് ആ റോട്ടിൽ കിടക്കുന്നു, രക്തം വായിക്കൂടെ ഒഴുകുന്നുണ്ട്, നമുക്ക് ആശുപത്രി കൊണ്ടുവന്നു. ഉടനെ അയാൾ പറഞ്ഞു, അവിടെ കാണാൻ തോലേട്ടോ താ പാമ്പ. ഹലോ, ഈ മനുഷ്യൻ ദൈവാത്മാവ് കൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, എത്ര രൂപയായാലും ഞാൻ തരാം. അയാൾ നിർബന്ധിച്ച് എന്നെ ഈ ജീപ്പെ കയറ്റി കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 മാസം രക്തം ഛർദ്ദിച്ച് കിടക്കുക. എല്ലാ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ ഒരു ഡോക്ടർ രാവിലെ വന്ന് റൗണ്ട്സ് കഴിഞ്ഞുടനെ വാതക്കൽ ഈ കിടക്കുന്ന ആളിൻ്റെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെടണമെന്ന് ചോദിച്ചു. ഉടനെ കൂടെ നിന്നവരൊക്കെ അടുത്ത് എല്ലാവരും പോയിട്ട്, അവർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അപ്പം എല്ലാവരും പോയി. പക്ഷെ ഇട്ടിട്ട് പോകാൻ വയ്യാത്തൊരു അമ്മ അവിടെ നിൽപ്പുണ്ട്. അമ്മ CSIയിലായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ ബന്ധുക്കോസിലാണെങ്കിലും പ്രാർത്ഥിക്കത്തില്ലല്ലോ, മിണ്ടുന്നില്ല. ഹലോ, അതിനൊക്കെ ഒരു ദേഷ്യം വന്ന് സഭായോധി പാസ് പറയാണ്, ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരിൽ ഒരു സഹോദരനും ഒരു സഹോദരിയും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് സഭ മൗനമല്ലേ? അല്ല പറ, അങ്ങനല്ലയോ? പക്ഷെ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്. നീ ബന്ധുക്കോസിലായിട്ടും പ്രാർത്ഥിക്കാൻ വലിയ മടിയല്ലേ? പക്ഷെ എൻ്റെ അമ്മ CSയിലായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടെങ്കിൽ തലമുറ ഇങ്ങനെ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറയണം. എൻ്റെ അമ്മയോട് വന്ന് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ? അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാ. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവരെല്ലാം നിന്ന് മടുത്ത് പോയി. പറയാനുള്ള പറഞ്ഞു, ഇനി എന്നെ കേൾക്കാൻ എല്ലാം കേട്ടു, പറ. അല്ല അമ്മച്ചി ഭാരപ്പെടല്ല. ഒരു ഭാരമില്ല, കുറേ നാളായില്ലേ അനുഭവിക്കുന്നു, പറഞ്ഞോളാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, അറിയിക്കാനുള്ളവരെയൊക്കെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മ ആത്മാവിലായി കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞു, അറിയിക്കാനുള്ളവനെ അറിയിച്ചേച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അതാ കൃപയുള്ളവൻ്റെ വാക്ക്. ഡോക്ടർ പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് അല്പം വിവരമൊക്കെ ഉണ്ട്. ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കണമെന്നല്ലേ പറഞ്ഞേ? ഇല്ല ഡോക്ടറെ, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. ഞാൻ സേവിക്കുന്ന ആരെയാന്ന് വല്ലതും അറിയാമോ? ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവളാ. എന്റെ ഉദരത്തിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ അവന്റെ കണ്ണ് ഞാൻ തിരുമ്മി അടയ്ക്കത്തില്ല, അവൻ എന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ ഭാവി ഇവിടുത്തെ വൈദ്യന്മാരല്ല നിശ്ചയിക്കുന്നത്, ഇവിടുത്തെ ഡോക്ടേഴ്സ് അല്ല നിശ്ചയിക്കുന്നത്, ഇവിടുത്തെ മന്ത്രവാദിയല്ല. നിന്റെ ഭാവി നീയാ നിശ്ചയിക്കുന്നേ. സന്തോഷമുണ്ടെങ്കിൽ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. അല്ലെ പ്രാർത്ഥിക്കുന്നവന് തലമുറ ആരാകണമെന്ന് നീ തീരുമാനിക്കും. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറയണം. നിന്റെ കുഞ്ഞിന്റെ ഭാവി നീയാ തീരുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞ് ഒളിച്ചോടാനുള്ളതല്ല. നിന്റെ കൊച്ചിനെ BSc നേഴ്സ് വരെ പഠിപ്പിച്ച് ലോണും വെച്ച് കടവും മേടിച്ചും വെച്ച് ഏതെങ്കിലും ഗുണപ്പെടാത്തവൻ്റെ മുടിയും വെട്ടാതെ മീശയും പഠിക്കാതെ കിടക്കിന് വിട്ട് നടക്കുന്നതിന് പുറകെ പോകാനുള്ളതല്ല. നീയാ തീരുമാനിക്കണ്ടേ. ഹലോ, മിണ്ടുന്നില്ല. നിന്റെ കുഞ്ഞ് കഞ്ചാവും അടിച്ച് ചരസ് പഠിച്ച് നടക്കേണ്ടിയോനല്ല, നീയാ തീരുമാനിക്കണ്ടേ. ഇന്ന് രാത്രി മുഴങ്കാലുണ്ടോ നിനക്ക്? പ്രാർത്ഥിക്കാൻ പായുണ്ടോ? തലമുറയുടെ കാര്യം നീയാ തീരുമാനിക്കുന്നത്. അല്ലെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയെ മടക്കി പിടിക്കാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം തിരക്കുകയാ. വിശ്വസിക്കുന്നവരെ മാത്രം ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ചില പോരിന്റെ ശക്തികളെ ഈ രാത്രി ആത്മാവ് ശാസിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് കേൾക്കണ്ടേ? 82 എൻ്റെ അമ്മ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്ക് വന്നു. 96 ഞാൻ അമ്മയുടെ കണ്ണ് തിരുമ്മി അടച്ചു.
സ്വതന്ത്രം പറഞ്ഞില്ല. അപ്പോഴത്തേന് ഞാൻ ബൈബിൾ കോളേജ് പഠിത്തം കഴിഞ്ഞു, പാസ്റ്ററായി, കല്യാണം കഴിച്ചു, ഒരു കൊച്ചായി, 2 കുഞ്ഞുങ്ങളായി. എല്ലാം കണ്ടേച്ച് എൻ്റെ അമ്മ പോയി. സ്വതന്ത്രം പറയാൻ വാക്തത്വം എല്ലാം കണ്ടേച്ചാ പോയി. ഇന്ന് രാത്രി നീ നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ പിശാചാധിപത്യം പുലർത്തരുത്. നിന്റെ തലമുറയുടെ മേൽ പിശാചാധിപത്യം പുലർത്തരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഇന്ന് രാത്രി. ദൈവസ്നേഹത്തിന്റെ ആഴം നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മൗനമായിരിക്കാതെ ഇന്ന് രാത്രി ദൈവകരങ്ങൾ നിന്നെ ഏൽപ്പിക്കുമെങ്കിൽ സ്വർഗത്തിന്റെ കരം ഇന്ന് രാത്രി, ഓ ഹല്ലേലൂയ, നീ ഇവിടെ കൈയടിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറകളിൽ, നിന്റെ തലമുറ പാർക്കുന്ന ദേശങ്ങളിൽ, പഠിക്കുന്ന കോൺവെന്റുകളിൽ ഈ രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുകയോ. ഓ ആ ബന്ധക്കോസിന്റെ അധികാരത്തോടെ ഇന്നത്തെ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, നിന്നെ ആരാധിക്കാൻ കഴിയാതെ ബന്ധിച്ചു വെച്ച അന്ധകാര മണ്ഡലം അഴിഞ്ഞിട്ട് ഈ രാത്രി ശക്തിയോടെ നല്ല ഹല്ലേലൂയ പറയാം. ഏതൊക്കെയോ കുടുംബത്തിന്റെ ഉള്ളറയിൽ ശക്തമായ ചില വിടുതലുകൾ ഈ രാത്രി ദൈവം ചെയ്യുകയാ. നിന്റെ കുഞ്ഞ് പഠിക്കുന്ന ആ സ്ഥലത്ത്, നിന്റെ കുഞ്ഞ് ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് കുരുക്കി വെച്ച ചില കുരുക്കുകൾ ഇതിനകത്ത് ദൈവം വേരോട് അറുത്തു മാറ്റി ആ കെട്ട് ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാ. ആത്മാവ് പ്രവചിച്ചു പറയുകയാ, ഏറ്റെടുക്കുന്നവർ രാത്രി മൗനമായിരിക്കരുത്. അസാധാരണമായ വലിയ ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. നമ്മുടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഇതിനോടകം കേരളത്തിലെ പോലീസ് ഭോപ്പാലി വന്നു. എന്നെ കണ്ട് വിശേഷം ചോദിക്കാൻ വന്നില്ല, എൻ്റെ കയ്യിലെ പാസ്പോർട്ട് മേടിച്ചോണ്ട് പോരാൻ വന്നതാ. അവരവിടെ വന്ന് എൻ്റെ പാസ്പോർട്ട് മേടിച്ചോണ്ട് പോകും. ഹലോ, ഇതൊന്നും പറയാൻ വന്നതല്ല. പക്ഷെ ഇന്ന് രാത്രിയിലെ ദൈവസ്നേഹം നീ അറിയണം. നിന്നെ രാവിലെ ഞായറാഴ്ച വന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഉടനെ വിഷമിച്ച് ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞ ഗതികേട് വരാതിരിക്കാൻ നീ സ്നേഹം ഈ രാത്രി അറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹം അറിഞ്ഞാൽ നിന്നെ ആരും ജാക്കി വെച്ച് പൊക്കി ആരാധിപ്പിക്കുകയൊന്നും വേണ്ട. നിനക്ക് ആരാധിക്കാതിരിക്കാൻ ഒക്കത്തില്ല, നിനക്ക് സ്തുതിക്കാതിരിക്കാൻ ഒക്കത്തില്ല, നിനക്ക് തുള്ളിച്ചാടാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം നിന്റെ വിടുതലിന്റെ വലിപ്പം അത്ര വലുതാ. ദൈവസ്നേഹം നീ അറിയാതെ പോകരുത്. ഞാൻ 84 രക്ഷിക്കപ്പെട്ടു. ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ട് വിടുതലില്ലാത്ത എന്നെ വെച്ചുച്ചറയുള്ള നിലമ്പിലാക്കൽ ജോറി കൂട്ടിച്ചാരെന്ന് പറഞ്ഞൊരു പാവം മനുഷ്യൻ, അദ്ദേഹം ഭയങ്കര ചട്ടമ്പിയായിരുന്നൊരു ആശാരി കൺവെൻഷൻ രക്ഷിക്കപ്പെട്ട് വന്ന ഒരാളാണ്. പുള്ളി രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ കർത്താവിൻ്റെ വേല ചെയ്തു. ഓടി നടന്ന് എല്ലാ വീട്ടിലും പോയി സുവിശേഷം പറഞ്ഞു, അറിയാവുന്ന പോലെ. അതൊക്കെ എൻ്റെ പുറകെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ പുള്ളിയെ കാണുമ്പോഴേ പാത്തിരിക്കും. പക്ഷെ പുള്ളി പോകത്തില്ല, പുള്ളി എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. സ്തോത്രം. അയാൾ റോട്ടിൽ നിന്ന് വരുമ്പോഴേ മൗനമായിട്ടല്ല പാടിക്കൊണ്ടാണ് വരുന്നത്. പാപിയായിരുന്നു എന്നെ രക്ഷിപ്പനാ യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 എന്നൊക്കെ പാടിക്കൊണ്ടാണ് വരുന്നത്. ഇവരല്ലേ പറഞ്ഞ് നിനക്ക് സന്തോഷം വന്നാൽ പോലും പാട്ട് പാടത്തില്ലല്ലോ. ആ പുള്ളിയൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ നല്ല പാട്ട് പാടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിന്നെ പാടാൻ കോയറുണ്ടല്ലോ, നമ്മൾ കേൾക്കാൻ വന്നേക്കുന്നവരാണ്. ഇപ്പോൾ ആരാധന കൂടുതലും പാട്ട് കേൾക്കുക. നമ്മൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സഭായോഗമല്ലല്ലോ. സ്തോത്രം. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് PC പ്രകാശ് സാർ എന്ന് പറഞ്ഞ ബാങ്കവറാച്ചായൻ എന്ന് പറഞ്ഞ ദേവദാസന്റെ അടുക്ക് കൊണ്ടുപോയി. അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം തന്നു. ഞാൻ സ്തോത്രം ചെയ്ത് ആ വെള്ളം കുടിച്ചു. ഇപ്പം ദാഹിച്ചിട്ട് കുടിച്ചതാ. പക്ഷെ മറ്റേ പ്രാർത്ഥിച്ചന്ന് കുടിച്ചവരല്ലേ പറഞ്ഞത്. ഈ പച്ചയിലും മെഡിക്കൽ സെൻ്ററിലും അങ്ങ് അടിമാലിലൊക്കെ കൊണ്ടുപോയിട്ട് തീരാത്ത കേസ് ഒറ്റ ഗ്ലാസ് വെള്ളത്തെ തീർന്നു. അതല്ലേ അഭിഷേകത്തിൻ്റെ ഗുണം. സ്തോത്രം പറയണം. നീ അവിടെ ഇവിടെ കൊണ്ട് കാശ് കളയാതെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട് കൊണ്ടിയല്ലേ. പ്രാർത്ഥിക്കുവാൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അഴിയാത്ത ഒന്നുമില്ലെന്നേ. ഹല്ലേലൂയ. നിന്റെ ഭാവിക്ക് വിരോധമായി പിശാച് കെട്ടിയ എല്ലാം കൂടെ അഴിക്കാൻ അഭിഷേകമുള്ള ഒരുത്തൻ പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ ഈ രാത്രി സകല കെട്ടുമഴിയും. സന്തോഷമുണ്ടെങ്കിൽ കൈ അടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അല്ലെങ്കിൽ നിന്നെ ബന്ധിച്ചു വെച്ചേക്കുന്ന എല്ലാ അന്യാരാധന പോരുകളും അഴിയാൻ അഭിഷക്തന്മാരുടെ കൈ കീഴെ ഒറ്റ പ്രാർത്ഥന കഴിയും.
യോഗം കാണാൻ പോയ ഞാൻ 3 ദിവസം അവിടെ താമസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വന്നു. ഞാൻ വെച്ചുചിറ സഭയിൽ ചെന്നപ്പോൾ അവർ അടിയന്തര കമ്മിറ്റി കൂടി തന്നെ എടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കും. സ്തോത്രം. അടിയന്തര കമ്മിറ്റിയുടെ അവസാനം ഒരു ഫൈനൽ ഡിസിഷൻ ഒരു അപ്പച്ചൻ പറഞ്ഞു വന്നതല്ലേ ഇരിക്കട്ടെ, നമ്മളായിട്ട് ഒന്നും പറയാൻ പോകണ്ടെന്നൊന്നും പുറകിലും കാണിരിക്കാൻ പുറകിരിക്കാൻ ഒരു അനുവാദം കിട്ടി. സ്തോത്രം. അങ്ങനെ ചർച്ചോക്കോടിൻ്റെ വെച്ചുചിറ സഭയുടെ പുറകിരിക്കാൻ കമ്മിറ്റി അനുവദിച്ച ഒരാളാണ് ഞാൻ. ആ കമ്മിറ്റിയെല്ലാം ഇപ്പോഴും പുറകിരിപ്പുണ്ട്. ഞാൻ ഒത്തിരി മുന്നേ പോകും. നിങ്ങൾ അല്ലേ പറയണം. എടാ, ലോകം നിന്നെ കൊണ്ട് പുറകിലേ ഇരുത്തത്തുള്ളൂ. പക്ഷെ നീ കയറി മുന്നോട്ട് വരണം. നിന്നെ വിളിച്ചത് ആരുടെയും പുറകെ ഇരിക്കാനല്ല, നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ടാ. സന്തോഷമുള്ള നല്ലപോലെ കൈയടിച്ചൊരു അല്ലേ പറഞ്ഞേര്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. 84 ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പിന്നീട് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു, കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ ഇറങ്ങി. വാര്യാപുരം ജോനാച്ചായൻ എന്നോട് പറഞ്ഞു, നിന്നെ കരയും കടലും കടത്തി 5 ഭൂഖണ്ഡങ്ങൾ എൻ്റെ സാക്ഷിയായിട്ട് അയക്കാൻ പോകാമെന്ന് പറഞ്ഞു. PC എപ്രാസാർ വരുന്നവരെല്ലാം എന്നോട് പറഞ്ഞ ഭൂഖണ്ഡങ്ങളിലേക്ക് അയക്കുമെന്ന. എനിക്കെല്ലാം അറിയത്തുള്ളൂ, ഒരു ഭൂഖണ്ഡത്തിനും പോകത്തില്ല, കാരണം എൻ്റെ പാസ്പോർട്ട് ഗവൺമെൻറ് തിരിച്ചു മേടിച്ചേക്കുക. അപ്പോൾ എനിക്ക് എങ്ങും പാനൊക്കെ എന്നുള്ള കാര്യം എനിക്കറിയാം. ഹലോ. പക്ഷേ ആത്മാവിന് തെറ്റു പറഞ്ഞു. വരുന്നവരെല്ലാം നമ്മൾ പമ്മി ഇരുന്നാലും നമ്മുടെ തലയെ കൈവച്ച് നമ്മളെ അങ്ങ് അയക്കുകയാണ്. അല്ലല്ലേ. ഒരു ദിവസം ഞാൻ ഗതികെട്ട് പറഞ്ഞു, യോനാച്ചായ എനിക്ക് കിട്ടത്തില്ല, എന്നെ പറ്റി. ഞാൻ പറഞ്ഞു, ഇന്നതാ വിഷയം. സ്തോത്രം. അദ്ദേഹത്തിന് ഗൗരവം വന്ന് ദൂത് പറയുമ്പോൾ കരുത്തിന് വലിയ നീളമില്ല, അതുകൊണ്ട് ഇങ്ങനെ തലയിരുന്നുകൊണ്ട് ഒന്ന് ആട്ടിയിട്ട് പുള്ളി പറഞ്ഞു, ദൈവമാ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഓടി പത്തനംതിട്ട ചെന്നൊരു പാസ്പോർട്ടിൻ്റെ ഫോമെല്ലാം മേടിച്ച് ഫോട്ടോ എല്ലാം ഒട്ടിച്ച് അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ബന്ധനം അടിച്ച് തരാൻ പറഞ്ഞു. ഹലോ. നമ്മുടെ ബന്ധിക്കോസുകാരുടെ പക്ഷെ പിടിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് തന്നു. എന്നിട്ട് ഞാൻ അയച്ചൊന്നുമില്ല. അച്ഛാ 94 മരിച്ചു. 96 ഫോം ഞാൻ അയക്കുന്നു. അവിടെ അല്ലേലിയ പറഞ്ഞു. കാരണം അച്ഛൻ പ്രാർത്ഥിച്ചാണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നും പറഞ്ഞില്ല. സ്തോത്രം. അയച്ചു. ഒരു പോലീസുകാരന് വെരിഫിക്കേഷനായിട്ട് വീട്ടിൽ വന്നു. വരുമ്പോൾ ഞാൻ മലബാറിൽ മിഷൻ പ്രവർത്തനത്തിന് പോയിരിക്കുക ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസുമായിട്ട്. അപ്പോൾ എൻ്റെ അമ്മച്ചി ഈ വാട്ടാൻ വേണ്ടി പറിച്ച കപ്പയുടെ തടിയെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. ആ തടി കൊരണ്ടിയിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചീകുക. കൊരണ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മക്കളല്ലേ. കൊരണ്ടി ഞങ്ങളുടെ വീട്ടിൽ 5-6 ഉണ്ടായിരുന്നു. സ്തോത്രം. കൊറണ്ടി ഇരുന്നുകൊണ്ട് കപ്പ തട്ടി ചീകുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. തല ചീകുന്ന കേസല്ലേ പറഞ്ഞേ. കപ്പയുടെ പുറത്ത് തൊലി ഇങ്ങനെ ചീകിയെടുക്കുക. അത് പശുവിന് കൊടുക്കാനേ തൊലി. കമ്പ് ഉണങ്ങിയിട്ട് പുളിമുടി വേവിക്കാനും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ കൊറണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഉടനെ ഒരു പോലീസുകാരൻ സിവിൽ ഡ്രസ്സിൽ വന്നു. അദ്ദേഹം വന്ന ഉടനെ അമ്മച്ചി വളരെ ആളുകളെ ബഹുമാനിക്കുന്ന ആളാണ്. അമ്മച്ചി പതൊക്കെ എഴുന്നേറ്റ് ചോദിച്ചു, കുഞ്ഞെ എവിടെ നിന്ന് വരുവാ? അപ്പം പുള്ളി ആ ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞു. ഉടനെ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അറിയാതെ പിച്ചാത്തി താരെ പോയി കപ്പയുണ്ടെന്ന്. എന്നെ മോനെ പറഞ്ഞ അല്ല അത് പിസിച്ചെറിയാണ്ട് വീട്. അയ്യോ അവനിപ്പോൾ ഒരു കേസും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം വന്ന വേരിഫിക്കേഷൻ വന്ന് സാറ് ചോദിച്ചു, അപ്പം കേസുണ്ടായിരുന്നു? അയ്യോ സാറിനറിയത്തില്ലേ 10-24 കേസല്ലായിരുന്നു. ഇപ്പം ഈ വന്ന പോലീസുകാരെ കണ്ടു തള്ളിക്കോട്ട് ചോദിച്ചു 10-24 കേസോ? പിന്നെ പാസ്പോർട്ട് വരെ ഗവൺമെൻറ് മേടിച്ചല്ലേ, സാറിനറിയത്തില്ല. പുള്ളി ഒന്നും ചോദിക്കാതെ അമ്മച്ചി എല്ലാം പറഞ്ഞു. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ. പുള്ളി പറഞ്ഞു ഞാൻ വേരിഫിക്കേഷൻ വന്നത്, പാസ്പോർട്ടിന് അപേക്ഷ ആവശ്യം കാര്യങ്ങൾ കിട്ടി ഞാൻ പോവാന്ന് പറഞ്ഞു പുള്ളി. സ്തോത്രം. ഞാൻ മിഷൻ പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് റാന്നി ചെന്ന് അവരെ കണ്ടപ്പോൾ തിരുവനന്തപുരത്ത് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു. അവിടെ ചെന്ന് അന്ന് തിരുവനന്തപുരം എനിക്ക് ആദ്യത്തെ പാസ്പോർട്ട് കൊച്ചിയിൽ നിന്ന് കിട്ടി. അന്ന് കൊച്ചിയിലെ ഉള്ളായിരുന്നു. ഇതിപ്പോൾ തിരുവനന്തപുരത്തായി അന്നേരം. ഇപ്പോഴാണ് കൊല്ലത്തും പത്തനംതിട്ടയൊക്കെ പറഞ്ഞേക്കുന്നത് സേവാകേന്ദ്രങ്ങൾ. അന്ന് അതേ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്നോട് ഞാൻ അഫിഡവിറ്റ് തയ്യാറായി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു വക്കീലിനെ കണ്ട് അന്നത്തെ സമയത്ത് 14,000 രൂപയെല്ലാം കൊടുത്ത് ഈ കടലും കരയും കടന്ന് പോകണമല്ലോ, ദൂത് കിടക്കല്ലേ, അതിന് അഫിഡവിറ്റ് തയ്യാറാണ്. അപ്പോൾ എല്ലാം വായിച്ചപ്പോൾ അയാൾ ദൂരോട്ട് ഇറങ്ങി, കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടത്തില്ലല്ലോ. ഞാൻ വെളിയിറങ്ങി 2 വെള്ളപ്പേപ്പർ മേടിച്ചും വെച്ച് ഈ പറയുന്ന സാക്ഷിയെല്ലാം അവിടെ എഴുതി. ഇപ്പം നിങ്ങളോട് പറയുന്ന കാര്യങ്ങളിൽ അടുക്കിനങ്ങ് എഴുതി 2 പേപ്പർ നിറച്ച് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ, കാണാനൊന്നും കൊള്ളത്തില്ല. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ കയറി ഇത് കൊടുത്തു. ഇതെന്നാടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ കറക്റ്റ് അഫിഡവിറ്റ്, ഒറിജിനൽ സത്യവാങ്മൂലം ഇതാണ്, മറ്റേ വക്കീൽ എഴുതിയതാ, ഇതെൻ്റെ ഒറിജിനലാന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ?
സ്വോത്രം. മൊത്തം കാര്യം അതിനകത്തുണ്ട്. അമ്മച്ചി കുറച്ചല്ല പറഞ്ഞുള്ളൂ, ബാക്കി മൊത്തം കാര്യമുണ്ട്. പുള്ളി എൻ്റെ മുഖവര വാഴിച്ച് വെച്ച് പച്ചപ്പേന എടുത്തിട്ട് അടിയിൽ ഒപ്പിട്ടു പാസ്പോർട്ടിന്. ഈ ഉലകത്തിൽ അനുഭവ സാക്ഷി എഴുതി കൊടുത്ത് പാസ്പോർട്ട് മേടിച്ച ഒരാളേ ഉള്ളൂ. നിങ്ങൾ ഹല്ലേലൂയ പറയണം. ഇവിടെ സ്വർഗമാണ് ദൂത് പറഞ്ഞതെങ്കിൽ ലോകം മുഴുവനും കൂടെ നിന്റെ വഴി അടച്ചാലും തുറക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ ഈ രാത്രി ദൈവം തുറക്കും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അവൻ തുറന്നാൽ ഉലകത്തിൽ ആരും അടയ്ക്കത്തില്ല. ഓ, യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. കർത്താവ് 5 ഭൂഖണ്ഡങ്ങളിൽ വായിച്ചു കേട്ടോ. പോഷ്ക്ക് പറയാത്ത ദൈവം. ഭയങ്കര അസൂയയും കണ്ണുകടിയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ പ്രോഗ്രാം ഇങ്ങനെ ഞാൻ മെയില് 5 ദിവസത്തേക്ക് കുവൈറ്റിൽ പോന്നു, ജൂണിൽ 10 ദിവസത്തേക്ക് UK പോന്നു, ജൂൺ ഒടുവിൽ 3 ആഴ്ചത്തേക്ക് അമേരിക്കയിൽ പോന്നു, ഒരാഴ്ചത്തേക്ക് കാനഡയിൽ പോന്നു. ഇതിൻ്റെ എല്ലാം നോട്ടീസ് പിന്നെ ഞാൻ ഇട്ടപ്പോഴേ പ്രശ്നമായി. അപ്പോഴേ മൊത്തം എനിക്കെതിരെ എഴുതാൻ തുടങ്ങി. ഹലോ, ഭയങ്കര അസൂയാണ്. ഹലോ, പക്ഷേ വിളിച്ചപ്പോഴേ പറഞ്ഞേക്കല്ലേ അയക്കാമെന്ന്. ഇവിടെ കണ്ടിരുന്ന അസൂയപ്പെട്ടാണ് കാര്യം നടക്കും. അവൻ ചുമ്മാ പല്ല് കടിച്ചുരുകിപ്പോവും, അവൻ്റെ ആശ നശിച്ചു പോവും. ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കും, നിങ്ങൾ മിണ്ടുന്നില്ല. എടാ, തുറന്നത് ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി അടയ്ക്കാൻ ഉലകത്തിൽ ആരെ കൊണ്ടും കഴിയും. നല്ല കരമടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആരോടൊക്കെ ആത്മാവിന്ദിനത്തിൽ സാക്ഷ്യത്തിലൂടെ ശക്തമായ ദൂത് കൈമാറുക. ചില കുടുംബങ്ങളുടെ കെട്ടടിച്ചുകൊണ്ടിരിക്കുക, ചില തലമുറകളുടെ ബന്ധനം അഴിച്ചുകൊണ്ടിരിക്കുക, ചില അഭിഷക്തന്മാരുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ഉയർന്ന ചില കരങ്ങളെ ഈ രാത്രി ദൈവം ഒടിച്ചു മാറ്റിയിട്ട് നിന്റെ പുറകെ വരുന്ന കുന്തങ്ങളെ ഒടിച്ചു കളഞ്ഞിട്ട്, ചില നുഖങ്ങളെ ഒടിച്ചു കളഞ്ഞിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടുകയാ. ഏറ്റെടുക്കുന്നവരെ മാത്രം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ഓ, നമുക്ക് കൈ ഉയർത്തിയിരുന്ന നല്ല ഹല്ലേലൂയ പറയാ. പ്രൈസ് ദി ലോർഡ്. തള്ളിക്കളഞ്ഞവനെ തേടി വരുന്ന സ്നേഹം, കൈവിട്ടവനെ തേടി വരുന്ന സ്നേഹം, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്നവനെ പിടിച്ചുയർത്തുന്ന സ്നേഹം. ഓ ഹല്ലേലൂയ. അപമാനിക്കപ്പെട്ടവനെ അംഗീകരിക്കുന്ന സ്നേഹം. ഓ, തകർന്നതിനെ പണിയുന്ന സ്നേഹം. ഈ രാത്രി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ നീ മൗനമായിരിക്കരുത്. ആ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞ അതിന്റെ നീളം നിനക്ക് അളക്കാമോ? അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം, അതിന്റെ ആഴം. ഇത് അനുഭവിച്ച ഭക്തനെ തല്ലി പീച്ചി വസ്ത്രം അഴിച്ചു മാറ്റി, കാലാമത്തിലിട്ട്, ചങ്ങലയ്ക്ക് വലിച്ച്, കാരാഗ്രഹത്തിൽ അടച്ച്, ആരാധിച്ച് വിടുതൽ പ്രാപിച്ച്, കല്ലേറ് കൊണ്ട് ചത്തെന്ന് പറഞ്ഞ് വലിച്ചിട്ടേച്ച് പോയി ചവിറ്റുകൂനേല്. അവിടുന്ന് പൊക്കിയെടുത്ത് കൊട്ടയ്ക്കകത്ത് കയറ്റി വേലിയുടെ മണ്ടക്കൂടെ മതിലിന്റെ മണ്ടക്കൂടെ ചാടിച്ചിറക്കി. പ്രൈസ് ദി ലോർഡ്. പാമ്പ് കടിച്ചു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലവട്ടം നടവ്, പലവട്ടം ഉറക്കളപ്പ്, കാട്ടിലെ ആപത്ത്, കരയിലെ ആപത്ത്, കൂട്ടുസഹോദരന്മാരാപത്ത് എല്ലാം വന്നപ്പോ ഭക്തൻ പറയാണ്, യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് ആരാധിക്കണം. ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ. ഓ ജീബാല മന ശബ്ദ. ഹല്ലേലൂയ. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ ജീവനോ മരണത്തിനോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ. ഓ, എത്ര പേര് അത് ധൈര്യത്തോടെ പറയും? ഭരണകൂടങ്ങൾ മാറി വരും, പള്ളികൾ അടിച്ചു തകർക്കും, ക്രൂശെ കൊണ്ട് വേറെ കൊടി കെട്ടിന്നിരിക്കും, നിന്നെ കൊണ്ട് വേറെ പേര് പ്രേരിപ്പിച്ചെന്നിരിക്കും. പക്ഷെ നീ പറയണം, ഈ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ എന്നെ വേർപിരിക്കുക. സന്തോഷമുണ്ട് കരമടിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് താങ്ങിയെടുത്ത സ്നേഹം, ജീവൻ തന്ന സ്നേഹം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഭക്തൻ പറഞ്ഞേ, മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാൽ പിരിയ ബന്ധമാണിതു
യുഗകാലം വരെയും മരണത്താൽ പിരിയാണിതു കാലം കരമൊന്നുയർത്തി പിരിയ ബന്ധമാണിതു പിരിയ ബന്ധമാണിതു പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. സഹോദരി സമയം 2 വാക്യം ഒന്ന് വായിക്കണം. 1 യോഹന്നാൻ 4:7 മുതൽ ഒന്ന് വായിച്ചേ. 7 മുതൽ വേഗം. 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. എവിടുന്ന് വരുന്നു? എല്ലാരും പറഞ്ഞേ. ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അല്ലാത്തവനൊക്കെയോ? പറ. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല ഒരല്ലേലൂയ പറ. സ്നേഹിച്ചോണം. ആ വീട്ടിൽ യോഗം വെച്ചാൽ ഞാൻ വരത്തില്ല, ആ വീട്ടിൽ ചോറ് വെച്ചാൽ ഞാൻ കഴിക്കത്തില്ല, ആ പുള്ളിക്ക് ഞാൻ സ്നേഹചുംബനം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നീ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണം. നിന്നെ കൊണ്ടുപോകാനല്ല സ്വർഗം. പ്രൈസലോ. നീ തട്ടിപ്പ് പരിപാടി നിർത്തി ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടു. നിന്നെക്കുറിച്ച് ഒരു കുറവ് പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നീ ഏതിൽ നിന്ന് വീണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്തോണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വായിച്ചോ, വിരിക്കുന്നില്ല, നിങ്ങളുടെ മുഖം പാടുന്നുണ്ട്. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹമാകുന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക്. വാക്യം വിട്ടുപോകല്ലേ. നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഒരല്ലേലൂയ പറഞ്ഞേ. ദൈവസ്നേഹം എന്താന്ന് മനസ്സിലാകുന്നുണ്ട്. തീർന്നില്ല, വായിച്ചേ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഈ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ പാപത്തിന്റെ ആ ഭീകരത നിങ്ങളൊന്ന് ഓർത്തു വായിക്കുക. എനിക്ക് ലോകത്തിൽ ആകെ 1-ാം സ്ഥാനം ഒന്നിനെ ഉള്ളായിരുന്നു. അത് 1 തീമോഥെയോസ് 1:15. ആ പാപികൾ ഞാൻ ഒറ്റ 1-ാം സ്ഥാനം ഉള്ളായിരുന്നു. അതല്ലേ പറഞ്ഞു. അങ്ങനെ 1-ാം സ്ഥാനത്ത് നിന്ന് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പിതാവ് എന്നെ സ്നേഹിച്ചിട്ട് പുത്രനെ അയച്ചു. സ്തോത്രം. എന്റെ പാപം കടിച്ചുമപ്പായിരുന്നത് കൊണ്ട് മോചനം തരാൻ അവന്റെ രക്തം ഒഴുക്കേണ്ടി വന്നു. ചുമന്ന രക്തത്തിൽ ചുമന്ന പാപം മുക്കി ഹിമം പോലെ ആക്കുന്ന ഒരു സംവിധാനം ലോകത്തിൽ വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. സ്തോത്രം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, കടിച്ചുമപ്പായ PC ചെറിയാന്റെ പാപത്തെ യേശുവിന്റെ ചുമന്ന രക്തത്തിൽ മുക്കിയപ്പോൾ ഞാൻ ഹിമം പോലെ വെണ്മയായെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ഉലകത്തിൽ ചുമന്ന പാപത്തെ ചുമന്ന രക്തം കൊണ്ട് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് പിതാവ് ലോകത്തിലേക്ക് അയച്ച യേശുവിന്റെ രക്തമാ. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം സകല പാപവും പോക്കി. ഹല്ലേലൂയ. 11 വരെ വായിച്ചു മക്കളെ, 11 വരെ വായിച്ചു.
പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ, നാമും അന്യോന്യം. അടുത്തിരിക്കുന്നതാണ് കൈ കൊടുത്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. മുഖത്ത് നോക്കി പറയണേ. വിടുതല പാസ്റ്റർ, സഭയ്ക്ക് വിടുതല, സെന്ററിന് വിടുതല. ഞങ്ങളും പറയാൻ പോവാ, ഞാൻ ദേവദാസനെ സ്നേഹിക്കുന്നു. ഒരല്ലേ പറഞ്ഞാട്ട്. ഹലോ, വിശ്വാസം കർത്താവിനെ കാണുമ്പോൾ തീരും. പ്രത്യാശ അവിടെ ചെല്ലുമ്പോൾ തീരും. ഇത് രണ്ടും തീർന്നാൽ പിന്നെ അവിടെ ഒന്നേ ഉള്ളൂ. എന്തോ ഉള്ളൂ? പിന്നെ അവിടെ അതേ ഉള്ളെന്ന്. പ്രൈസലോ. അവിടെ സ്നേഹം കൂടെ അങ്ങ് സ്നേഹമാണ്. അതല്ലേ സ്വർഗം എന്ന് പറയുന്നത്. ഇവിടെ സ്നേഹിക്കാത്തവൻ അവിടെ എങ്ങനെ സ്നേഹിക്കും? പ്രൈസലോ. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് വിശ്വാസത്തിലേക്ക് ആളുകൾ വന്നത് ഹോള് കണ്ടല്ല. അന്ന് ഹോളില്ല. പന്തല് കണ്ടല്ല, അന്ന് പന്തലില്ല. അന്ന് ഓലപ്പന്തല. പ്രൈസലോ. ഇപ്പോഴും മാരാമണ്ണുകാർ അത് പാലിച്ച് ആ ഓലപ്പന്തലില്ല ഇപ്പോഴും അവരാരാധിക്കും. കൺവെൻഷൻ. നമ്മൾ കാശായപ്പോൾ സംഗതിയെല്ലാം മാറ്റി. പന്തലിൻ്റെ ചിലപ്പോൾ 1 കോടിയൊക്കെ എഴുതി വിടുന്നത്. മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അന്ന് ജനം കഴുത്തും കാതും പറിച്ച് പള്ളിയും പള്ളിമേടയും പള്ളിക്കൂടവും കോളേജും വിട്ട് ജോലിയൊക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ചത് ഇതൊന്നും കണ്ടല്ല, ദൈവമക്കളുടെ സ്നേഹം കണ്ട. ഒരാളെ കാണുമ്പോൾ മാറാ യേശു വരാറായി, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ട ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇന്നിപ്പോൾ വാതിക്കലിരിക്കുന്ന ആളിനെ കണ്ടിട്ട് ആരും കയറാതിരിക്കുന്നു. ഈ രാത്രി തിരിഞ്ഞു വരണം. നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. സന്തോഷമുള്ള 2 കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല എൻ്റെ സ്നേഹിതരെ. ഇന്ന് രാത്രി കർത്താവ് വരുന്നത്, സ്നേഹനിധിയായ കർത്താവ്, സ്നേഹത്താൽ വീണ്ടെടുത്ത, ദൈവത്തിൻ്റെ സ്നേഹത്താൽ വീണ്ടെടുത്ത, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, ഹലോ, യേശു ക്രിസ്തുവിന്റെ കൂടെ ഇതേ കസാറയിൽ അടുക്കലിരുത്താൻ വലിയ സൂക്ഷിക്കപ്പെട്ട, വിളിക്കപ്പെട്ടവരായ ദൈവസഭയെ ചേർക്കാൻ നല്ല സ്തോത്രം ഈ രാത്രി പറയണം. ഹല്ലേലൂയ. ഇവിടെ ഒരാളെ പറഞ്ഞുള്ളൂ, ഞാൻ എൻ്റെ കസാറ നിന്നെ ഇരുത്താമെന്ന്. ഉലകത്തിൽ ഒരുത്തനും അവൻ്റെ കസാറ ഇരുത്തത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഈ ഉലകത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത്. സ്തോത്രം പറ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്നേഹത്തെ ഇന്ന് രാത്രി എത്ര പേര് ആ ചങ്കോട് ചേർത്തുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തന്മാരൊക്കെ എന്ത് ഭയങ്കരമായിട്ട് ജീവിച്ച് എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ, യേശുവല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് യേശുവിനെ അനുഗമിച്ച ഒരു സഭയുടെ പൈതൃകത്തിലേക്ക് ഈ രാത്രി മടങ്ങി വരാൻ എത്ര പേര് തയ്യാറുണ്ട്? അന്നത്തെ സ്നാനമൊക്കെ ഒരു ആഘോഷമാകട്ടെ. ഒരാൾ സ്നാനപ്പെടുന്ന പറഞ്ഞ സഭ മൊത്തം ഇനി വരുമല്ലോ. ഒരാൾ പരമ്പ് ചുരുട്ടിപ്പിടിക്കുന്നു, ഒരാൾ തമ്പേർ കഴുത്തെ കൂടെ തോർത്തിട്ട് കെട്ടിപ്പിടിക്കുന്നു. സ്തോത്രം. ഒരാളെ പൂർവ്വവിളക്കിയിട്ട് കറക്കുന്നു, വഴി നെടുക ജയം ജയം ഹല്ലേലൂയ പാടുന്നു. ഇന്ന് സ്നാനമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? അന്ന് അഭിഷേകം പ്രാപിച്ചില്ല, അഭിഷേകം പ്രാപിച്ചുള്ള ചുറ്റും നിൽക്കും. അഭിഷേകം എഴുന്നേറ്റ് നിന്ന് തീ കത്തിക്കുന്ന പാട്ടുപാടും, ജനം ആത്മാവിൽ നിറയും. അപ്പൊ ഈ നിൽക്കുന്ന ഉണക്കക്കൊള്ളി ആ തീക്കകത്ത് കത്തുന്ന പോലെ അവനും കത്തും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അന്ന് സഭയ്ക്കകത്ത് വന്ന മാനസാന്തരം പ്രസംഗിക്കും. പ്രസംഗം കേൾക്കുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവൻ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുന്ന കർത്താവിന്റെ കൽപ്പന അനുസരിക്കും. അതും കന്തക്ക രാജ്ഞിയുടെ മോനാന്ന് പറഞ്ഞാലും ധനകാര്യ മന്ത്രിയാന്ന് പറഞ്ഞാലും വെള്ളം കണ്ടാ പറയും, മുക്കാൻ പറയും. ഉണ്ടെന്നില്ല. ഇത് മുങ്ങാൻ പറഞ്ഞപ്പോൾ നയമാനം കൃത്തിച്ചെന്ന് എഴുതിയേക്കും. ഏലിശ പറഞ്ഞു 7 പ്രാവശ്യം പോയി മുങ്ങാൻ പറഞ്ഞു. ഉടനെ പുള്ളി കൃത്തിച്ച് കോപിച്ച് പോയെന്ന്. അപ്പം പുറമേ നമ്മൾ കണ്ട കുഷ്ഠമേ ഉള്ളൂ, പക്ഷെ അകത്ത് കോപമുണ്ട്. കാര്യം പറഞ്ഞല്ലേ വെളിപ്പെടുന്നത്. ഇപ്പോഴും ഞങ്ങളോട് ആകെ കോപിക്കുന്ന മുങ്ങാൻ പറയുന്നതിനാ. നീ കോപിച്ചാലും പറയാതിരിക്കണോ? മുങ്ങണം. പിന്നെ നിന്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടണമെന്ന്. സ്നാനം ഞങ്ങൾ ബന്ധുക്കോസിൽ ചേർക്കുന്നില്ല. നാളെ എത്ര 12 പേരോ
8 പേര് സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി കൈപൊക്കാൻ മടിച്ചവരും കൂടെ നാളെ സ്നാനപ്പെട്ടോണം. കർത്താവ് വരാറായി, സഭയെടുക്കാറായി, മണവാട്ടിയെ കൊണ്ടുപോറായി, കാഹളം ധ്വനിക്കാറായി, മരിച്ചവർ ഉയർക്കാറായി, ജീവനുള്ളവരെ രൂപാന്തരപ്പെടാറായി, സഭ പറക്കാൻ സമയമായി. ഇന്ന് രാത്രി നീ മൗനമായിരിക്കരുത്. അവന്റെ കൽപ്പന അനുസരിപ്പാൻ സന്തോഷമുണ്ട്. കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനമനുസരിച്ച് കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ വാക്യം ഒന്ന് പറഞ്ഞേ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ എന്റെ ദൈവം സ്നേഹിച്ച് എത്ര പേര് വിശ്വസിക്കുന്നു? നീ കുഞ്ഞുങ്ങളോട് പറയണ്ടേ, മോനെ, ഇന്ന് അനുഭവിക്കുന്ന സകല നന്മ, ഈ സന്തോഷം, ഈ സമാധാനം, ഈ ഐശ്വര്യം എല്ലാം ഉലകത്തിൽ ആരും നമ്മളെ സ്നേഹിക്കാനില്ലാതിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചട. ദൈവം സ്നേഹിച്ചതിന്റെ നന്മയാണ് അനുഭവിക്കുന്നതെല്ലാം. അത് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. കർത്താവാകുന്ന ആത്മമണവാളിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്ന മണവാട്ടിയായ വിളിക്കപ്പെട്ട സഭയെ അവിശ്വാസത്താൽ വീണുപോകാം, വീഴാതെ വണ്ണം അവന്റെ മഹിമയുള്ള സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള പിതാവായ ദൈവത്തെ ആരാധിച്ച് മുന്നേറുവാൻ ഈ രാത്രി ആത്മാവ് ദൂത് പറയുകയാണ്. സന്തോഷമുള്ളവർ ഒരു പ്രാവശ്യം കൊണ്ട് കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചു. ജീസസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ പാടി ഒന്ന് ആരാധിച്ചേ പോകത്തുള്ളൂ. ഈ ആവി പിടിച്ച് നേരത്തെ വീട്ടിലോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നും. ഇവിടെ ജനറേറ്റർ ഉള്ളതുകൊണ്ടാണ് വെട്ടം. അവിടെ ചെല്ലുമ്പോൾ കറണ്ടും കാണത്തില്ല. പിന്നെ അവിടെ പോയി നീ പാളയം വീശിക്കൊണ്ടിരിക്കാതിരിക്കാൻ ഈ രാത്രി 10 മിനിറ്റ് ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ യോഗത്തിൽ എണ്ണിപ്പിക്കാൻ പേടി, എണ്ണിപ്പിച്ച് അവരുടെ ധാരണ വീട്ടിൽ പോകാൻ. അങ്ങനല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. അത് കഴിഞ്ഞ് പാടി ആരാധിക്കണം. നല്ല കൊയറാ, നല്ല ശബ്ദമാണ്. ഞാൻ പറഞ്ഞിട്ട് പാടിയാൽ മതി. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ജീസസ്, ജീസസ്, ജീസസ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുകയായിരുന്നു, എന്നോട് സംസാരിക്കുകയായിരുന്നു. വചനത്തിന് മുമ്പ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളവര് ആ കരം രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഓ ജീസസ്. നല്ല കർത്താവേ, നിന്റെ അഭിഷക്തന്മാരെ കൂടിയാലോചിച്ച് ക്രമീകരിച്ച സെൻട്രൽ കൺവെൻഷന്റെ കടശി രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഈ ജനത്തോടുണ്ടായല്ലോ. കേട്ട വചനം അവർക്ക് അനുഗ്രഹമാകട്ടെ, വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ, രക്ഷയാകട്ടെ. ഓ, വിളിക്കപ്പെട്ടവരായ ദൈവജനത്തിന്റെ മേൽ പകരന്റെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറകൾ ഇവർക്കായി തുറക്കപ്പെടട്ടെ. ദുഷ്ടപിശാച് കൊട്ടിയടച്ച സകല വഴികൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. എല്ലാ നിരാശകൾ മാറട്ടെ, എല്ലാ ഭാരങ്ങൾ മാറട്ടെ, പാപത്തിന്റെ ആധിപത്യങ്ങൾ മാറട്ടെ, എല്ലാ കെടുതികൾ മാറട്ടെ, എല്ലാ ശൂന്യതകൾ മാറട്ടെ, രോഗത്തിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ, ശാപങ്ങളുടെ ബന്ധനം അഴിയട്ടെ. ഈ ജനം ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സെൻട്രൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ അഭിഷക്തന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരം